ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. 3.5 വർഷത്തെ തൻ്റെ ഐഹിക ജീവിതകാല ശുശ്രൂഷയിൽ ജനങ്ങൾ തൻ്റെ പ്രസംഗത്തിന് മാർക്കിട്ടു. ഇന്നും പ്രസംഗങ്ങൾക്ക് മാർക്കിടാറുണ്ട്. ഞാനിപ്പോൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാർക്കിടും, പ്രസംഗത്തിന് മുമ്പേ നിങ്ങൾ മാർക്കിടാറുണ്ട്. നമ്മുടെ എല്ലാ പ്രസംഗങ്ങൾക്കും എല്ലാവരും മാർക്കിടാറുണ്ട്. കാരണം ഒരാൾക്ക് വേണ്ടതല്ല വേറൊരാൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രസംഗം പ്രസംഗിപ്പാൻ എനിക്ക് കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. ഇരുന്നവർക്കെല്ലാം തൃപ്തി വരുത്തുന്നത് എന്തെങ്കിലും തരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. 5000 പുരുഷന്മാർ അല്ല സ്ത്രീകൾ, കുട്ടികളടങ്ങിയ വലിയൊരു സമൂഹം തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ്. 5 അപ്പം ഒരു ബാലകൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് ഒരുപക്ഷെ തികഞ്ഞേക്കാം, അവനത് തൃപ്തി പ്രാപിച്ചേക്കാം. പക്ഷേ തിരുവെഴുത്ത് നാം ഇങ്ങനെ വായിക്കുന്നത്, മത്തായി 14:30 വാക്യത്തിൽ എല്ലാവരും തിന്ന് തൃപ്തരായി. സ്തോത്രം. അവിടെ ഇരുന്ന സകലർക്കും, പ്രായമുള്ളവർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരുപോലെ തൃപ്തി പ്രാപിച്ചത് തമ്പുരാൻ കരം കൊണ്ട് നുറുക്കി കൊടുത്തപ്പോഴാണ്. ദൈവവചനം, ആ സാക്ഷാൽ വചനമായവൻ നമ്മോട് അരുളി ചെയ്യുമ്പോഴാണ് നമുക്ക് തൃപ്തിയായി മാറുന്നത്. അതുകൊണ്ട് പ്രസംഗകൻ്റെ, പ്രഭാഷകൻ്റെ കഴിവല്ല വചനത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ വചനം ദൈവമായി തന്നെയാണ് നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടത്. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശുവിൻ്റെ പ്രസംഗത്തിന് ജനം മാർക്കിട്ടു. വഴിവക്കിലും പുഴവക്കിലും കടൽത്തീരത്തും മലയോരത്തുമൊക്കെ യേശുവിൻ്റെ പ്രസംഗങ്ങളുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഗലീലയിലും കഫർനഹൂമിലുള്ള പള്ളികളിൽ യേശുവിൻ്റെ പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. യേശുവിൻ്റെ ഓരോ പ്രസംഗം കഴിയുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ വിവിധോന്മുഖമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയെ ആകമാനം നമുക്ക് 3ആയി തരംതിരിക്കാം. ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വചന കേൾവി നിങ്ങളിൽ ഉണ്ടാക്കേണ്ട സ്വാധീനത്തെയാണ് മുഖവരയായി ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കേണ്ട മത്തായി 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലാണ്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപനം കുറിക്കുമ്പോൾ ജനങ്ങൾ യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, അവൻ ശാസ്ത്രിമാരെയും പരീശന്മാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ സംസാരിച്ചത്. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം അധികാരത്തിൻ്റെ വചനമായിരുന്നു. ഇന്ന് രാത്രി ദൈവവചനം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ വചനമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, ഹല്ലേലൂയ, ഉള്ളതിനെ എവിടൊക്കെ മാറ്റം വരുത്തണമോ മാറ്റം വരുത്തുവാൻ, ചലിപ്പിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നിലൊരു മാറ്റമുണ്ടാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കണം. മറ്റൊരു മീറ്റിംഗ് കൂടെ കൂടിയിട്ട് മടങ്ങിപ്പോകുവാനല്ല, ദൈവവചനം നിമിത്തം എന്നിൽ നിലനിൽക്കുന്ന ഒരു സ്വാധീനം ചെലുത്തണം. ദൈവവചനം എന്നിൽ അധികാരമുണ്ട്. അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കിന് പ്രകൃതിയുടെ മേൽ, പാപത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ വചനം ഇന്ന് രാത്രി നമ്മുടെ ഇടയിലും തൻ്റെ പ്രവൃത്തി ചെയ്യുമാറാകട്ടെ. 2, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ്. അത് കഫർനഹൂമിലെ പള്ളിയിലെ യേശുവിൻ്റെ പ്രസംഗമാണ്. യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടെന്നാണ് പറയുന്നത്. ആശ്ചര്യപ്പെട്ടിട്ട് അവർ പറയുന്നു, ഇത് ലാവണ്യ വാക്കുകളാണ്, സ്വീറ്റ് വേർഡ്. ചക്കരവാക്ക് മുഖസ്തുതിയും അല്ല, ഹൃദയത്തിൻ്റെ മുറിവുണക്കുന്നതായിരുന്നു യേശുവിൻ്റെ വചനങ്ങൾ. യേശുവിൻ്റെ വചനങ്ങൾ വേദനിക്കുന്നവരുടെ മുറിവ് കെട്ടുന്ന വചനമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വേദന ആർക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയുന്ന എല്ലാവരുടെയും കണ്ണുനീരിന് ഒരേ നിറമാണ്. പക്ഷെ ആരെന്തിനാ കരഞ്ഞെന്ന് അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവിൻ്റെ ആഴമറിഞ്ഞ്, വേദനയറിഞ്ഞ് മുറിവിനെ തുന്നിക്കെട്ടുവാൻ, അത് ഹൃദയത്തിൻ്റെയോ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ജീവിതയാത്രയുടെ വേദനകളെ മുറിപ്പെടുത്തുന്ന ലാവണ്യ വാക്കുകളാ യേശുവിൻ്റെ വചനം. യേശുവിൻ്റെ വചനത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 68-ാം വാക്യമാണ്. ശിഷ്യന്മാരാണ് ഈ വാക്കിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. ഗലീല കടലിൻ്റെ ഇങ്ങേക്കരത്ത് തിബിരിയാസ് കടക്കരയിൽ വലിയ അത്ഭുതമായിരുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ തിന്ന് തൃപ്തരായ ആഘോഷത്തിൻ്റെ സമയം. യേശു ഞങ്ങളുടെ നേതാവ്, യേശു ഞങ്ങളുടെ നേതാവ് എന്ന മുദ്രാവാക്യമൊക്കെ മുഴക്കുന്ന ഒരു സമയത്തേക്ക് വന്നു. യേശുവിനെ പിടിച്ച് മന്ത്രിയാക്കാം, രാജാവാക്കാം എന്നൊരു തീരുമാനമെത്തി. ജനങ്ങളെല്ലാം കൂടെ വട്ടം കൂട്ടി നിൽക്കുമ്പോൾ യേശു പടക് കയറി അക്കരയ്ക്ക് പോയി.
ജനങ്ങളും പടക് പിടിച്ച് യേശുവിൻ്റെ പിന്നാലെ അക്കരയ്ക്ക് പോയി. വലിയൊരു കൂട്ടമായിരിക്കാം. അക്കരെ ചെന്നപ്പോൾ യേശുവിൻ്റെ പ്രസംഗ ശൈലി മാറി. ഇവിടെ അപ്പം നുറുക്കുകയല്ല, ഇവിടെ മത്സ്യം വർദ്ധിപ്പിക്കുകയല്ല. ഇവിടെ യേശു പ്രസംഗിച്ചത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം തുടർമാനമായി മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും അവരിൽ പലരും വാഗ്ദത്ത നാടിൻ്റെ വക്കോളമെത്തി മണ്ണിൽ അടക്കപ്പെട്ടു പോയപ്പോൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നുള്ള ജീവൻ്റെ മൊഴികൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് ഇടർച്ചയായി മാറി. ഇവൻ്റെ മാംസം, ഇവൻ്റെ രക്തം നമ്മൾക്ക് തിന്നാൻ പറ്റുമോ? ജഡപ്രകാരം അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് അങ്ങനെയാണ് കാര്യം മനസ്സിലായത്. എല്ലാവരും മാറി മാറി പോകാൻ പോയി. ഈ പ്രസംഗം ഇങ്ങനെ തുടർന്നാൽ കേട്ടോണ്ടിരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലായി. അവൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പലരും ഇടറിപ്പോയെന്നാണ് വായിക്കുന്നത്. അവസാനം ഈ 12 ശിഷ്യന്മാർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, സാധ്യതകളുണ്ട്, നിങ്ങൾക്കും പോകാം, നിങ്ങളെ ആരും പിടിച്ചു നിർത്തുന്നില്ല. അവർ പറഞ്ഞ മറുപടിയാണ്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? കാരണം നിന്റെ പക്കലുള്ള വചനം നിത്യജീവൻ്റെ വചനമാണ്. ഈ മണ്ണ് കൊണ്ട് അവസാനിക്കാത്ത, കല്ലറയ്ക്കപ്പുറത്തൊരു ചലിക്കുന്ന ജീവിതത്തിന് ഞങ്ങളെ ഉടമസ്ഥരാക്കി മാറ്റുന്ന വചനമാണ് അവിടെ അതിരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതെ, ഇന്ന് രാത്രി നാം കേൾക്കുന്ന വചനം ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുന്നില്ല, ഈ മണ്ണിനപ്പുറത്തൊരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. അതാ നമ്മെ ആകർഷിക്കേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ വചനം അധികാരത്തിൻ്റെ വചനമാണ്. അത് ആരെവിടെ പ്രഖ്യാപിച്ചാലും, ഒരു കൊച്ചു കുഞ്ഞെഴുന്നേറ്റ് മെമ്മറി വേഴ്സ് പറഞ്ഞാലും അതിനകത്ത് ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദരം കൊണ്ട് പറയുന്ന ഓരോ വചനത്തിൽ കൂടെയും പുറപ്പെടുന്ന അധികാരത്തിനായി എത്ര പേർ ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം പറയും? ഹല്ലേലൂയ. ജീവിതയാത്രയിൽ വചനം പറഞ്ഞ് സന്തോഷിക്കുന്ന, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെൻ്റെ ഹൃദയത്തിന് ആനന്ദമായി എന്ന് ഭക്തന്മാർ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കണം. ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കണം. ദൈവമക്കളെ, നമ്മൾ ഈ പുൽപ്പിറ്റിന്ന് കേൾക്കുന്ന വചനമാണ് നമ്മുടെ ആകെ സ്വത്തെന്ന് പറയുന്നത്. ഞായറാഴ്ച സഭയിലെ പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് പ്രസംഗിക്കും, പിന്നെ സഭായോഗത്തിന് 3/4 മണിക്കൂർ പ്രസംഗിക്കും. ഇതാ നമ്മുടെ ഒരാഴ്ചത്തെ ആകെ കുടുംബ സ്വത്ത്. ഈ വചനം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പ്രൈസ്തലോ. പിന്നെ വെള്ളിയാഴ്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ കൺവെൻഷന് കിട്ടുന്ന ഈ പ്രസംഗം. പക്ഷേ ദൈവമക്കളെ, ഇതല്ല നമ്മുടെ സ്വത്തെന്ന് പറയേണ്ടത്. നിങ്ങൾ വചനം കണ്ടെത്തണം. അത് യേശുവോ മാതൃക. ഒരു മണ്ണിൽ ഒരു മനുഷ്യൻ ആത്മീയത്തിൽ എങ്ങനെ വളരാമെന്നും, അല്ലെങ്കിൽ പാപത്തെ എങ്ങനെ തോൽപ്പിക്കാമെന്നും, പിശാചിനോട് എങ്ങനെ എതിർക്കാമെന്നും ഒക്കെ പഠിപ്പിച്ചത് യേശുവിൻ്റെ 3.5 വർഷത്തെ അല്ലെങ്കിൽ 33.5 വർഷത്തെ ജീവിതമാണ്. അല്ലാതെ നമുക്ക് ഈ മണ്ണിൽ ആരെയും മാതൃകയാക്കാൻ പറ്റത്തില്ല. അവിടെ നാം കാണുന്നത്, സ്തോത്രം, യേശു പള്ളിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അല്ലേ തിരുവെഴുത്ത് തുറന്നിരിക്കുന്നു. ഇന്നത്തെ പോലെ 66 പുസ്തകങ്ങളല്ല, കുത്തിക്കെട്ടിയ ബൈൻഡിട്ട പുസ്തകങ്ങളൊന്നുമില്ല, ചുരുളാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. തിരുവെഴുത്ത് തുറന്നപ്പോൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം ഇതാ, എത്ര നാളായി നമ്മെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയത് കണ്ടിട്ട്? ഹല്ലേലൂയ. നാം കാണും, മറ്റു പലതും കാണാറുണ്ട്. ഒരു വർഷത്തേക്കുള്ള വാഗ്ദത്ത വചനം എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ് 2025 പ്രാരംഭ ദിവസങ്ങളല്ലേ, പ്രോമിസ് കാർഡുകളുടെ ബഹളമാണ്, പ്രോമിസ് കലണ്ടറുടെ ബഹളമാണ്. നല്ല കാര്യം, വാങ്ങിച്ചോ, തൂക്കിയിട്ടോ, വായിച്ചോ, പഠിച്ചോ, മനപ്പാടമാക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, മുഴങ്കാൽ മടക്കിയിരുന്ന് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന പുസ്തകത്തിൽ, തുറന്ന പുസ്തകത്തിൽ നിറഞ്ഞ കണ്ണുനീരോടെ കണ്ടെത്തിയിട്ട് എത്ര കാലമായി? ഇത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് വചനത്തിൽ കണ്ടെത്തേണ്ട കാലഘട്ടം. ഹല്ലേലൂയ. ആ കണ്ടെത്തിയപ്പോൾ വായിച്ചു, ദരിദ്രരോട് സുവിശേഷം പറയുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നീടുള്ള വാക്യം നിങ്ങൾക്കറിയാം. എന്നിട്ട് താൻ പുസ്തകം മടക്കി തിരികെ കൊടുത്തെന്ന. അപ്പോൾ എപ്പോഴാണ് പുസ്തകം മടക്കേണ്ടത്? നമ്മോടുള്ള സന്ദേശം കേൾക്കാതെ. നമ്മളിപ്പോൾ ഞാൻ വായിക്കുന്ന വാക്യം ഒന്ന് വായിക്കും, പിന്നെ അതിൻ്റെ അവസരം കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ മേളത്തെ ഒന്ന് നിങ്ങൾ വായിക്കും, താഴത്തെ ഒന്ന് വായിക്കും. ചിലർ ഒരു അധ്യായം ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് വായിച്ച് തീർക്കും. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആരും വായിക്കൊന്നും വേണ്ട. ഒരു വാക്യം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മുഖത്ത് നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും നോക്കിയിരുന്നാൽ മതി. പുസ്തകം വായിച്ച് മാത്രം സമയം കളയരുത്. ഇത് നാം വീട്ടിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് കാണാതെ ഞാൻ പുസ്തകം മടക്കത്തില്ല.
എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ 2025 കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഞാൻ എൻ്റെ കാലുകൾ എങ്ങനെ ചലിപ്പിക്കണം, എൻ്റെ കുടുംബം എങ്ങനെ നയിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, എൻ്റെ ശുശ്രൂഷ എങ്ങനെ കൊണ്ടുപോകണം, എൻ്റെ ആത്മീയത്തിന് മുതൽ കൂട്ടുന്ന എന്ത് എന്ന് തിരുവെഴുത്തിൽ നിന്ന് കണ്ടെത്തുന്നത് വരെ ഞാൻ ഈ പുസ്തകം മടക്കത്തില്ല എന്ന് പറയുവാൻ ചിലർ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ള എന്നെ ദൈവാത്മാവ് ഏൽപ്പിച്ച സന്ദേശം വളരെ പഴയ ഒരു ചരിത്രമാണ്. അതിൽ കൂടെ ആത്മാവ് എന്നെ പഠിപ്പിച്ച ചില ആത്മീക പാഠങ്ങൾ വളരെ സാവകാശം നമുക്ക് ഒരുമിച്ച് നമുക്ക് പഠിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായി പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ തന്നെ ദേവദാസൻ വായിക്കും, നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള സന്ദേശമെന്ന് പറയുന്നത്, ദൈവം മോശയോട് ഒരു സ്നേഹിതനോട് എന്ന പോലെ സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനായ മോശ എന്നൊരു ചിന്തയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സകല വിശ്വാസികളെയും ആത്മീക സഭയിൽ ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് വന്നാലും വിശ്വാസ സമൂഹം 2 ഗണത്തിൽപ്പെടുത്താം. ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി ഈ വചന പഠനത്തിന് വേണ്ടി 2 കാറ്റഗറിയായി മാറ്റി നിർത്താൻ പോവുകയാണ്. ഒന്നാമത്തെ കൂട്ടർ അവർ ദൈവത്തെ സേവിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അവർ ആരാധകരാണ്. ഞാൻ പറയുന്ന കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന ആരാധനയല്ല. ദൈവത്തിൻ്റെ ഒരു ഫാനാണ് ഒരു കൂട്ടർ, ദൈവത്തിൻ്റെ ആരാധകരാണ്. നാം കാണുന്ന ലോകത്തിൽ സെലിബ്രിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്, സ്പോർട്സ് ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ആത്മീയ ലോകത്തിൽ നമുക്ക് സെലിബ്രിറ്റികളൊക്കെ ഉണ്ട്. നാം ചിലരുടെയൊക്കെ ആരാധകരാണ്. അവരെ നമ്മൾ ദൈവമായി കരുതാറുണ്ട്, അവരോട് ഒത്തിരി സ്നേഹമാണ്. പക്ഷേ അവരും ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഓർത്തുകൊണ്ട് ആ വ്യക്തിയും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളോ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയോ താലന്തുകളെയോ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ്. അങ്ങനെയാണല്ലോ ഫാൻസ് അസോസിയേഷനൊക്കെ വരുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ദൈവം ചെയ്യുന്ന അത്ഭുതം മാത്രമാണ് ശ്രദ്ധ. രോഗശാന്തി, ഭൂതശാന്തി, ദൈവിക വിടുതലുകൾ, നന്മ, ഈ മണ്ണിൽ എന്തൊക്കെ കിളച്ചു മറിച്ചെടുക്കാമോ, ഈ മേൽക്കൂരയ്ക്ക് താഴെ കിട്ടുന്ന സമൃദ്ധിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാ ഒരു കൂട്ടർ. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവർ ദൈവത്തെ സേവിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ല. അവർ ദൈവത്തെ സേവിക്കുന്നത് വിടുതലിന് വേണ്ടിയല്ല. അതിൻ്റെ അർത്ഥം വിടുതലില്ലെന്നല്ല. ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാനും നിങ്ങളും നിശ്ചയമായിട്ട് അറിയുന്നു. ഇവിടെ ഇരിക്കുന്ന സകലരുടെയും സാക്ഷ്യമതാ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ദൈവമല്ലാതെ വേറെ ആരുമല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു ദൈവബാധിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നിട്ട് അത് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മെ അനുഗ്രഹിക്കാൻ വേറെ ഒരാളെ നാം ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മളെ നിർമ്മിച്ച ദൈവമല്ലാതെ നമുക്കൊരു അനുഗ്രഹം തരാനും പോകുന്നില്ല. ഈ ദൈവത്തെ അല്ലാതെ നാം ആരെ സേവിച്ചിട്ടുമില്ല. പക്ഷെ ഞാനും നിങ്ങളും ദൈവത്തെ സേവിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടി അല്ല എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. എനിക്കറിയാം അല്പം പ്രയാസം തോന്നിയേക്കാം. നമ്മൾ ദൈവത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവമക്കളെ നമ്മൾ തെറ്റിദ്ധരിച്ചു. നാം അനുഗ്രഹത്തിന് ഇട്ടിരിക്കുന്ന പേരും അനുഗ്രഹത്തിൻ്റെ വലുപ്പവും ഒക്കെ വേറൊരു കാഴ്ചപ്പാടില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു കൂട്ടരാണ് സ്നേഹിതർ. ഒരാൾ ഫാനാണ്, ഒരാൾ ഫ്രണ്ടാണ്. സ്നേഹിതനും അല്ലല്ല, 2 പേർ തമ്മിൽ ബന്ധമുണ്ട്. ദൈവവുമായിട്ട് അഭേദിക ബന്ധമുണ്ട്. ആ ബന്ധത്തിലേക്കാണ് വരാൻ പോകുന്നത്. മോശയോട് ദൈവം ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചത്. 6 ലക്ഷം കുടുംബങ്ങളുള്ള ഒരു സഭ, 6 ലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സംഘം മരുഭൂമിയിൽ കൂടെ കടന്നു പോകുക. ഒരാളോട് മാത്രം ദൈവം സംസാരിക്കുന്നത് സ്നേഹിതനോടെന്ന പോലാണ്. എങ്ങനെ മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായി എന്ന ഒന്നാമത്തെ പാഠം. ആ സ്നേഹിതനായതിൻ്റെ തെളിവെന്താണ്? 3 സ്നേഹിതനായത് നിമിത്തം മോശയ്ക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചു. ഈ 3 ചിന്തകളാണ് ഇന്ന് രാത്രി നാം വചനത്തിൽ കൂടെ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. എല്ലാവരും ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ മോശയുടെ ജീവിതയാത്രയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. മിസ്രയീമിലെ ഒരു കാലഘട്ടം, അത് 40 വർഷം. മിദ്യാനിലെ ഒരു കാലഘട്ടം, അതൊരടുത്ത 40 വർഷം. മരുഭൂമിയിലെ മറ്റൊരു കാലഘട്ടം, അത് അടുത്ത 40 വർഷം. ഇങ്ങനെ 40 ഗുണിതങ്ങളുടെ 3 കാലഘട്ടമായി മിസ്രയീമിലും മിദ്യാനിലും മരുഭൂമിയിലുമായി ദൈവത്തിനു വേണ്ടി സമയം ചെലവഴിച്ച ഒരു ഭക്ത ശിരോമണിയായിരുന്നു മോശ. മോശയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ മോശ എങ്ങനെ ദൈവത്തെ
ദൈവത്തിൻ്റെ സ്നേഹിതനായി നമുക്ക് എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതരായി മാറാം? 2025 നമ്മുടെ സ്വപ്നം, ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ ഫാൻ ഓഫ് ഗോഡ്, ബട്ട് ഐ വാണ്ട് ടു ബി കോൾഡ് ആൻഡ് അഡ്രസ്ഡ് ആസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഈ ലോകത്തിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല, ദൈവം ആലിംഗനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹിതനായി എനിക്ക് അറിയപ്പെടണമെന്ന ഒരു സ്വപ്നത്തിലേക്ക് ഇന്ന് രാത്രി നാം അടുത്തു വരണം. ഹല്ലേലൂയ. മോശ ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ കാരണം ഞാൻ മനസ്സിലാക്കി 33-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് നാം ചിന്തിക്കുന്നത്. 3 പ്രാർത്ഥനകളാണ് മോശയെ ദൈവത്തിൻ്റെ സ്നേഹിതനാക്കി മാറ്റിയത്. ഈ 33-ാം അധ്യായത്തിൽ കാണുന്ന എല്ലാവർക്കും പരിചയമുള്ള ഭാഗങ്ങളാണ്. ഞാനൊന്ന് വ്യാഖ്യാനിക്കുന്നത് മാത്രമേ ഉള്ളൂ. 3 പ്രാർത്ഥനകൾ, 3 കൊച്ചു പ്രാർത്ഥനകൾ മോശ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അതാണ് തന്നെ ദൈവത്തോട് അടുപ്പിച്ചത്, ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനാക്കി തന്നെ മാറ്റിയത്. നമുക്ക് നോക്കാം മോശയുടെ ആ ചെറിയ 3 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ പ്രാർത്ഥന 33-ന്റെ 13-ാമത് വാക്യമാണ്. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഞാൻ ആദ്യമേ ഓർപ്പിച്ച കണക്ക് ഹല്ലേലൂയ, 6 ലക്ഷം കുടുംബങ്ങളുടെ ദൈനംദിന പ്രാർത്ഥന, ഞങ്ങൾക്ക് മന്ന വേണം, ഞങ്ങൾക്ക് വെള്ളം എവിടുന്ന് കിട്ടും, അത് കഴിയുമ്പോൾ ഇറച്ചി എവിടുന്ന് കിട്ടും, അത് കഴിയുമ്പോൾ അടുത്ത ചോദ്യമായി ഒന്ന് കഴിയുമ്പോൾ ഒടുങ്ങാത്ത ആശകളുടെ പ്രാർത്ഥന. ഒരു കൂട്ടർ അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ വേറിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നിന്റെ വഴി അറിയണം. ഇവനും വെള്ളം വേണം, ഇവനും ആഹാരം വേണം, ഇവനും വസ്ത്രം വേണം, ഇവനും പാർപ്പിടം വേണം. പക്ഷെ പ്രാർത്ഥന അതരത്തിൽ നിന്ന് ഉയരുന്നത് അതിനു വേണ്ടിയല്ല, എനിക്ക് അവിടുത്തെ വഴി അറിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹിതരായി ഇന്ന് രാത്രി മാറുവാൻ താല്പര്യമുണ്ടോ? ഈ മണ്ണിലൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, ആ ഭാഗം ഒരു നാണയത്തിന് 2 വശമുണ്ട്. ഒന്നാം വശം പെന്തിക്കോസ്തുകാർക്ക് സുപരിചിതമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാം. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നാം വിട്ടുപോകുന്ന മറ്റു ഭാഗമാണ് ഞാൻ ആത്മാവിൽ പൂരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടല്ല ഒരുവൻ പറയും, ദൈവമേ എനിക്ക് അവിടുത്തെ വഴി അറിയണം, എനിക്ക് അവിടുത്തെ ആലോചന അവിടുന്ന് പ്രാപിക്കണം. അവരെല്ലാവരും ആഹാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഒരുവൻ മാറി നിന്ന് കരയുന്നു, എനിക്ക് വഴി അറിയണം. കൂട്ടത്തിലെ പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? ഇന്ന് രാത്രി അല്ലെങ്കിൽ വേറിട്ട ശബ്ദമായി 6 ലക്ഷം കുടുംബങ്ങളുടെ അതിരത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയേക്കാൾ സ്വർഗത്തിന് ഇമ്പകരമായി മാറിയത് ഒരു വിക്കൻ്റെ അതിരത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദൈവമേ എനിക്ക് നിന്റെ വഴി അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാകും? 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, പലതിനും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പലതിനും ദൈവം മറുപടി തന്നില്ലേ? ഈ 2025 അല്ലെങ്കിൽ ഒന്ന് വ്യത്യസ്തമായി പ്രാർത്ഥിക്കാമോ? എനിക്ക് അവിടുത്തെ വഴി അറിയണം. ഷോ മീ യുവർ വേ ലോർഡ്. കർത്താവേ നിന്റെ ആലോചന എനിക്കറിയണം, നിന്റെ വഴി എനിക്കറിയണം. കാരണം ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ വഴി നിങ്ങളുടെ വഴികളെക്കാളും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉന്നതമായിരിക്കുന്നു. അയ്യോ, ദൈവത്തിൻ്റെ വഴി വലിയ വഴിയാണോ? അത് പെരുക്കമുള്ള വഴിയാണോ? അത് വീതിയുള്ള വഴിയാണോ? നമ്മൾ സാക്ഷ്യം പറയാൻ നടക്കും, അയ്യോ ഇതുവരെ പോകാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ജല്ലിയ വഴി കൂടെ ദൈവം നടത്തിയല്ലോ. കൊരിന്ത്യ ലേഖനത്തിലൊരു വാക്യം നമുക്ക് ഉപോത്ബലകമാണ്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇനി പറഞ്ഞാട്ട് എല്ലാവർക്കും അറിയാവുന്ന വാക്യമല്ലേ? നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, പിന്നെ ഒരു ചെവി കേട്ടിട്ടില്ല. ബാക്കിയോടെ പറഞ്ഞോട്ടെ. ഈ മണ്ണിൽ ഒരു കണ്ണും കാണാത്ത, ഈ മണ്ണിൽ ഒരു ചെവി കേൾക്കാത്ത, ഈ മണ്ണിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത എന്ത് അനുഗ്രഹമുള്ളത്! ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ദൈവം നേരിട്ട് വെല്ലുവിളിച്ചില്ലേ, ഈ മണ്ണിലുള്ളതും മുമ്പുണ്ടായിരുന്നതും അത് ഭൂമിയുടെ ആരംഭത്തിന് മുമ്പേ ഞാൻ ഈ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ചതാ. എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് ആർക്കെങ്കിലും പുകഴാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, മാറ്റിവെച്ചിരുന്ന സാധനം മറനീക്കി ഞാനൊന്ന് എടുത്തെന്നല്ലാതെ ഞാൻ ഉളവാക്കിയെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. വചനം പറയുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും ഇന്ന് രാത്രി അഭിമാനത്തോടെ സാക്ഷ്യം പറയുന്നതും ആലങ്കാരത്തോടെ ആഡംബരത്തോടെ കൊട്ടിഘോഷിക്കുന്ന ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അത് ദൈവമക്കൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ നിന്നുകൊണ്ട് മോശ പറയുന്നത്, ഹല്ലേലൂയ, നിന്റെ വഴി അറിയണമെന്ന് പറയുമ്പോൾ എന്താ ഈ വിശാല വഴി?
ഈ മക്കളെ, വഴിയുടെ വിശാലം, വഴിയുടെ വലിപ്പമോ, വഴിയുടെ തിളക്കമോ, വഴിയുടെ പെരുപ്പമല്ല, അതിൻ്റെ സ്റ്റാൻഡേർഡാണ്. ദൈവത്തിൻ്റെ വഴിക്കൊരളവുണ്ട്. അത് യേശു പഠിപ്പിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ 2 വഴികളെ യേശു അവിടെ അവതരിപ്പിക്കുക. ഒന്നാമത്തെ വഴി, ഈ വഴി വളരെ വിശാലമാണ്. പ്രൈസ് ദി ലോർഡ്. പോകുന്നവർ ഒത്തിരി പേര് അതിൽ കൂടെ പോകുന്നത്, പക്ഷെ അവസാനമോ നാശമാണ്. അതിൻ്റെ ദോഷം എന്താണെന്നല്ല, യാതൊരു നിയന്ത്രണമില്ല ജീവിതത്തിൽ. കുടുംബത്തിൽ നിയന്ത്രണമില്ല, സഭയിലില്ല, ശുശ്രൂഷയിലില്ല, സംഘടനയില്ല, വീട്ടിലില്ല, വ്യക്തിപരമായിട്ടില്ല. ആർക്കും എങ്ങനെയും നടക്കാവുന്ന ഒരു പെരുവഴി. പക്ഷെ അതിൻ്റെ അവസാനം ഇടിയാണ്. അതിലേക്കൂടെ ആൾക്കാർ പോകുന്നവർ അനേകർ, പക്ഷെ നാശമാണ്. പക്ഷെ അടുത്തൊരു വഴിയെക്കുറിച്ച് പറയുന്നു, ഈ വഴി വളരെ ഇടുക്കമുള്ളതാണ്, ഇത് ഞെരുക്കമുള്ളതാണ്, പോകുന്നവർ ചുരുക്കമാണ്, പക്ഷെ കൊണ്ടെത്തുന്നത് നിത്യജീവങ്കിലേക്കാണ്. അപ്പോൾ ദൈവമക്കളെ, ഈ വഴിയുടെ ഞെരുക്കം എന്ന് പറഞ്ഞാൽ എന്താ? ലൂക്കോസ് പറയുന്നത്, ഹല്ലേലൂയ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവിനെന്ന്. അപ്പോൾ ഈസി അല്ല. നന്നായിട്ട് ഞെരുങ്ങി, നന്നായിട്ട് സമർപ്പിച്ച്, നന്നായിട്ട് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വഴി കൂടെ അകത്ത് കയറാൻ പറ്റൂ. അപ്പോൾ ഇതൊരു അളവാണ്. ഈ വഴിക്ക് ദൈവത്തിനൊരളവുണ്ട്. എല്ലാ വിശ്വാസികളും, എല്ലാ പാസ്റ്റർമാരും, എല്ലാ ആത്മീയരും കേൾക്കണം, ദൈവം നമുക്കൊരളവ് വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം ജീവിക്കണം. നമ്മൾക്കിഷ്ടമുള്ളതുപോലല്ലെന്നേ. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അളവാണ്, ദൈവത്തിൻ്റെ അളവുകോലാണ്. ഇവിടുന്നൊക്കെ ഒരു മാർഗം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊരു വഴി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇതിൻ്റെ അങ്ങേയറ്റം അവിടെ എത്തുമെന്ന്. ദൈവത്തിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. സഞ്ചരിക്കുന്ന വഴിയാ, നടക്കുന്ന വഴിയാ. ഈ വഴി വെട്ടാൻ വേണ്ടി കുറച്ച് ചെലവുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രവാചകൻ തലേ കൈവച്ച് പറഞ്ഞ പുതുവഴിയല്ല ഇത്. ദേഹമെന്ന തിരശീല ചിന്തി തുറന്ന പുതുവഴിയാ. റീബാല ഹത്തുരാധകന. ഇങ്ങനൊരു വഴി എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു തരാൻ വേണ്ടി സ്വർഗത്തിന് നഷ്ടപ്പെട്ടത് തൻ്റെ ഏകപുത്രനെയാണ്. അവൻ്റെ ദേഹമാണ് അടി മുതൽ പെരുവിരൽ വരെ, ഉച്ചി മുതൽ പെരുവിരൽ വരെ ഉഴവുചാലുകാർ ഉഴവ് പോലെ ഉഴുതുമറിച്ചിട്ട്, അല്ലല്ലയ്യ, വിലാപ്പുറം അടിച്ചു തകർത്തിട്ട്, അസ്ഥികളെല്ലാം ബന്ധം വിട്ടിട്ട്, അല്ലല്ലേ, അത് എണ്ണാവുന്ന രീതിയിൽ ഭാഷാൻ കൂറ്റന്മാർ ബുഭുക്ഷിയോടെ അലറുന്ന സിംഹം പോലെ അലറി വിളിച്ചിട്ട് അസ്ഥികളെല്ലാം ഉണങ്ങി, അല്ലല്ലേ, ശക്തി ഓട്ടൊരു കഷ്ണം പോലെ വറ്റിപ്പോയ നാവ് അണ്ണാക്കോട് പറ്റി തുറന്ന വഴിയ. ആ വഴിയുടെ പേരാ ജീവനുള്ള വഴി. ഹല്ലേലൂയ. ആ വഴി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നോഹയോട് ദൈവം പറഞ്ഞു പെട്ടകം പണിയണം. നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞാൽ പോരെ? പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഒരു രീതിയിൽ അങ്ങ് പണിതു അല്ലല്ല, എനിക്കൊരളവുണ്ട്. അയ്യോ, 7 പേർക്ക് 8 പേർക്ക് കയറാൻ വേണ്ടി ഇത്ര വലിയ അളവോ? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്കറിയത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ കയ്യടി കൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാമെന്ന് ഓർക്കരുത്. ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം ആരാധിക്കണം. ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം പെട്ടകം പണിതോണം. ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം കുടുംബം പണിയണം. നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ദൈവത്തിന് വേണ്ടി അല്ലല്ല. നമ്മുടെ ഒരു ഓർഡിനറി കയ്യടി കൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാമെന്ന് ഓർക്കരുത്. ഞാൻ കയ്യടിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ 2 പാട്ടുകാർ പാടിക്കഴിയുമ്പോൾ ഇവിടം കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ ദൈവത്തിൻ്റെ അളവിനൊത്ത് പാടണം. 300 മുഴം നീളമെന്ന് പറഞ്ഞാൽ അത് 299 ആകരുത്. 301 പണിയാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. 50 മുഴം ഹല്ലേലൂയ വീതി എന്ന് പറഞ്ഞാൽ അതിൽ 50-ൽ നിർത്തിക്കോണം. ഹല്ലേലൂയ. കുറയാനും കൂടാനും പാടില്ല. 30 30-ൽ നിർത്തിക്കോണം. തടി ഗോഫറാണോ ദൈവം പറയും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. കാരണം പ്രവാഹത്തിൻ്റെ ആഴമറിയുന്നവൻ, തകർത്ത് പെയ്യാൻ പോകുന്ന മഴയുടെ ഉറവയറിയുന്നവൻ പറയുമ്പോൾ ആ അളവിനൊത്തവണ്ണം പെട്ടകം പണിതില്ലെങ്കിൽ ആ പെട്ടകം അവിടെ തകർന്നു പോകുന്നത് കൊണ്ട് ഈ മണ്ണിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കാലത്തിൻ്റെ കെടുതികളും ശത്രുവിൻ്റെ ആരവങ്ങളും അലറുന്ന സിംഹത്തിൻ്റെ ഒച്ചകളും പിശാചിൻ്റെ പോരുകളും പട്ടണഭൂതങ്ങളുടെ ശക്തികളും അറിയാവുന്നവൻ പറയുന്നു, എൻ്റെ വചനത്തിനൊത്തവണ്ണം ജീവിതം പണിതോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വേണം ആത്മീയം പണിയുവാൻ. സ്തോത്രം. ദൈവം പറഞ്ഞ അളവിനൊത്തവണ്ണം. സമാഗമന കൂടാരത്തിന് എന്തിനാ? കുറച്ച് പേരോട് പറഞ്ഞങ്ങ് പണിതാ പോരായിരുന്നോ? കുറച്ച് കാശൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പിരിവൊക്കെ എടുത്തല്ലോ, ഇനി ഒരു നല്ലൊരു ഓഡിറ്റോറിയം ഇതുപോലൊക്കെ നമുക്കങ്ങ് പണിത് അല്ലല്ലോ ഉണ്ടാക്കി വെക്കാം. നോ. ഓരോന്നിനും എത്ര നീളം ഉണ്ടായിരിക്കണം? 1.5 മുഴം, 2.5 മുഴം, അല്ലെങ്കിൽ ഇത്ര 20 അടി. എന്തിനാ ഈ പലകയുടെ എണ്ണം? പൊന്നിൻ്റെ തൂക്കം
ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങണമോ ദൈവത്തിൻ്റെ അളവിനൊത്തോണം പണിയണം. ഇന്ന് രാത്രികാലം എനിക്ക് നിന്റെ വഴി അറിയണം. കർത്താവേ, ദൈവമഹത്വം ഇറങ്ങുന്ന വഴി എനിക്കൊന്നറിയണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ ഞാൻ പാട്ടുപാടുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ആ വഴി ഇന്ന് രാത്രി എനിക്കൊന്നറിയണം. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങും? ഹത്തരാധകന പരിശുദ്ധാത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കാതെ സ്തുതി പാടേണ്ടതിന് അതിനെ ഉയർത്തി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഇന്ന് രാത്രി കർത്താവേ, എനിക്ക് ഈ മണ്ണിൽ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഷോ മീ യുവർ വേ ലോർഡ്. നിന്റെ വഴി, നിന്റെ വഴി, നിന്റെ വഴി, നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഹത്തരാധകന, നിന്റെ വഴി എനിക്കറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയെ മലയിലോട്ട് വിളിച്ചിട്ട് 10 കൽപ്പനയൊക്കെ എഴുതി കൊടുത്തു. ഹാലൽ ഇങ്ങനായിരിക്കണം കൽപ്പന. 613 പ്രമാണങ്ങൾ, ചട്ടങ്ങൾ എഴുതി കൊടുത്തു. ഇങ്ങനായിരിക്കണം എൻ്റെ ജനം ഇവിടെ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ചിട്ടയുടെ വഴിയാണ്. അത് നമുക്ക് ഞെരുക്കമായി തോന്നുന്നത് നമ്മുടെ വലിയ സൈസായതുകൊണ്ട്. നമ്മൾ വലിയ സൈസാണെങ്കിൽ നമുക്ക് വഴി ഇടുക്കമായി ഞെരുക്കമായിട്ട് തോന്നും. ദൈവത്തിൻ്റെ വഴിയുടെ സൈസിലേക്ക്, ആ ഡോറിൽ കൂടെ ഞാൻ എന്ത് ഈസിയായിട്ടാണ് കയറി വന്നത്. ഒരു ആന കയറി വരാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവവചനത്തിൻ്റെ സൈസിലേക്ക് നമ്മളൊന്ന് ചെറുതായി കൊടുത്താൽ ഈ വഴി വിശാലമായി മാറും. ദൈവവചനത്തിൻ്റെ അളവിനൊത്തവണ്ണം നമ്മുടെ നാക്ക്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, ചരിത്രം, ചിത്രം ആകെ ഒന്ന് ട്യൂൺ ചെയ്താൽ നാം ദൈവവചനത്തിൻ്റെ വഴി നമുക്ക് വിശാലമായി മാറും. അവിടെയാ നിൻ്റെ വഴി ആനന്ദത്തിൻ്റെ വഴിയായി മാറുന്നത്. ഞാനത് പിന്നീട് അത് ഓർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ജീവനുള്ള വഴി. ഇവിടെ നടക്കേണ്ടത് വിശ്വാസത്തോടാണ്. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, ഞങ്ങൾ ഈ വഴിയിൽ കൂടെ നടക്കുന്നത് കാഴ്ചയാലല്ല, പിന്നെ എങ്ങനെയാ? വിശ്വാസത്താലാണ് നടക്കുന്നത്. സ്തോത്രം. കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാണ്. ഈ വഴിയിൽ കൂടെ നടക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇച്ഛകൾ ഇങ്ങനെ പൊങ്ങി വരും. അത് പറയണോ, അത് പറയണ്ടായോ, അത് എഴുതണോ, അത് എഴുതണ്ടായോ, അവിടെ പോകണോ, അത് ചെയ്യണോ. ആകെ കൺഫ്യൂഷൻ ആകുന്നതിൻ്റെ കാരണം നാം നടക്കുന്ന വഴിയിൽ നമ്മെ ആത്മാവ് നയിച്ചോണം. ആത്മാവിൻ്റെ വഴിയിൽ കൂടെ വേണം നടക്കാൻ വേണ്ടി. ഞാൻ മുന്നോട്ട് അധികം വേഗം പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മോശയുടെ പ്രാർത്ഥന, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒടുവിൽ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന 6 ലക്ഷം കുടുംബങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമായി ഒരു കൂട്ടർ നിന്നുകൊണ്ട് ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വെള്ളത്തിനും വിശാലതയ്ക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാറി നിന്നുകൊണ്ട് എനിക്ക് അങ്ങയുടെ വഴി മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് അങ്ങയുടെ പാത അറിയണം, അതെനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് നിലവിളിക്കുന്നു. അതവനെ ദൈവത്തിൻ്റെ സ്നേഹിതനാക്കി മാറ്റി. രണ്ടാമത്തെ പ്രാർത്ഥന 33:15 വാക്യം. അവനവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇവിടെ നോക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥന, സറൗണ്ട് മീ വിത്ത് യുവർ പ്രസൻസ്. ഒന്ന്, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അതേ മനുഷ്യൻ പറയുക, അവിടുത്തെ സാന്നിധ്യം എനിക്ക് തരണം. ഹല്ലേലൂയ. ഒരു ചെറിയ പ്രാർത്ഥന, ഇതെല്ലാം നമുക്കറിയാവുന്ന പ്രസംഗമാണല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതൊന്ന് വിവേചിച്ച് നിങ്ങൾക്ക് തരാൻ പോകുക. അവിടെ നിന്നുകൊണ്ടൊരു കാര്യം ഓർക്കണം. ഇത് പറയുന്നതിന് മുമ്പ് 3, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളി പെന്തിക്കോസ് സമൂഹം കൈയടിച്ച് മണിക്കൂറുകൾ തുള്ളി ആരാധിക്കുന്ന 3 വാഗ്ദത്തം കൊടുത്തു. സ്തോത്രമല്ലേ. നല്ല പാട്ട്, ദൈവദാസന്മാരെ ഓർക്കുന്നവരെ നമ്മുടെ സ്നേഹിതരാണ്. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. പക്ഷേ തിന്മ എന്തെങ്കിലും തൊടുമ്പോൾ കിടന്ന് അലറി വിളിക്കില്ലെന്നേ ഉള്ളൂ. സ്തോത്രമല്ലിയ. ഒരു ദോഷവും വരത്തിൽ, എല്ലാം സംഭവിക്കും ജീവിതത്തിൽ. പക്ഷെ അതൊന്നും നിത്യനാശത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ഈ മണ്ണിൽ ജീവിക്കുന്നിടത്തോളം രോഗമുണ്ട്. ഈ മണ്ണിലെ മൂലകങ്ങൾക്ക് ഈ ശരീരത്തോട് ആകർഷണം ഉള്ളിടത്തോളം ഈ മണ്ണിൻ്റെ ഗുണമെല്ലാം ഈ ശരീരത്തിൽ വെളിപ്പെടും. പക്ഷേ അകത്ത മനുഷ്യനെ തൊടാത്തത് എനിക്കറിയാം, എന്നെ പൊതിഞ്ഞിരിക്കുന്ന ദൈവകൃപ. ഹല്ലേലൂയ. അവിടെ രോഗം ഉണ്ടാകുമെന്നേ, കഷ്ടം വരും, നഷ്ടം വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. അവിടെ മുന്നോട്ട് പോകുക യാത്ര തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടൊക്കെ കടന്നു വരും. പക്ഷേ അവിടെ നമ്മൾ പതറത്തില്ല. എവിടെ എങ്ങനെ മുന്നേറും നമുക്കറിയാം. നമ്മൾ മുടങ്ങി വരികയാണ്. 3 പ്രധാന വാഗ്ദത്തമാണ് കൊടുത്തത്. 33:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട്
നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുകയും ഞാനൊരു ദൂതനെ നിനക്ക് പദങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. കനാന്യൻ, അമോര്യൻ, ദേവദാസന് ഈ ഒന്ന്, ഞാനൊരു ദൂതനെ മുമ്പിൽ അയക്കും. സുരക്ഷ ഉറപ്പാണ്, പ്രൊട്ടക്ഷൻ. ദൂതനും ഉണ്ട്, ദൂതുകൊണ്ട് സംരക്ഷണം ഉറപ്പാണ്. 2, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് സമൃദ്ധി ഗ്യാരണ്ടി. സ്തോത്രം പറയുന്നില്ല ആരും കേട്ടിട്ട്. 2025 ദൂതം മുന്നിൽ പോകും. പ്രൈസ്തലോടല്ലേ, നമുക്ക് എല്ലാവർക്കും കൈ ഉയർത്തി ആരാധിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ് എഴുതിട്ട് കൈയടിക്കും, ഉറപ്പാണ്. 2, നിങ്ങൾക്ക് അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. 3, നിങ്ങളുടെ മുമ്പിലുള്ള സകല കനാന്യരും ഹിവ്യരും പെരിസ്യരും ജബൂസ്യരും ഹിത്യരും സകലരെ ഓടിച്ചു കളയും. ശത്രുവിൻ്റെ മേൽ ജയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ വാക്തത്വം? മോശയുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വാക്തത്വമാണ്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ 2025 പ്രോമിസ് കാർഡ് കണ്ട് എനിക്കങ്ങ് സന്തോഷമായി. എഴുതി വെച്ചിരിക്കുന്നു, ദൂതൻ മുന്നേ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സംരക്ഷണം ഉറപ്പായി. 2, ഹല്ലേലൂയ, പാലും തേനും ഒഴുകുന്ന സമൃദ്ധി എനിക്ക് ഉറപ്പാണ്. 3, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ മുമ്പിൽ ഹല്ലേലൂയ വിടുതൽ. ഒരു ശത്രു എൻ്റെ നേരെ നിൽക്കത്തില്ല. ഇത് പറയുമ്പോഴും എത്ര പേരുടെ മുഖം നിങ്ങളുടെ മുന്നിൽ ഓർമ്മ വന്നറിയും? സ്തോത്രം, ഹല്ലേലൂയ. എത്ര വേദനയുടെ ചിത്രം മുന്നിൽ വന്നു. ഇത് 3ഉം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 6 ലക്ഷം കുടുംബത്തിന് സന്തോഷം. ഹല്ലേലൂയ, ദൂതം മുന്നിൽ പോകുന്നല്ലോ, ഹല്ലേലൂയ, ജയം ജയം, ഹല്ലേലൂയ പാടി നടക്കുകയാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഭയങ്കര സന്തോഷം, ആർപ്പോടെ ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ ആഹാരം കുറയത്തില്ലെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നു. അടുത്ത കൂട്ടരോട് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ശത്രുവിനെ എന്ത് ചെയ്യുന്നു? ഓടിച്ചു കളയും. ഭയങ്കര സന്തോഷമായി. ഇനിയും ഞാൻ മാത്രം, ശത്രുവിനെ ഓടിച്ചു കളഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. കാരണം നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്കാരാണ്? ശത്രുക്കളാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഭയങ്കര സന്തോഷം. പക്ഷേ ഈ മനുഷ്യനത് പോരാ. ദൂതം മുന്നിൽ പോകുന്നത് കൊണ്ടോ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വാഗ്ദത്തം ചെയ്തത് കൊണ്ടോ, ഹല്ലേലൂയ, സകല ശത്രുക്കളെയും പാദപീഠമാക്കുന്നത് കൊണ്ടോ തീരുന്നതല്ല എൻ്റെ സ്വപ്നം. എനിക്കൊരു സ്വപ്നമുണ്ട്. എനിക്ക് വലുത് അങ്ങ് എൻ്റെ കൂടെ വേണം. എനിക്ക് നിന്റെ സാന്നിധ്യം വേണം, ദൈവ സാന്നിധ്യം വേണം. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 2 പേരുടെ ചരിത്രം പഠിക്കണം. എന്താണ് ദൈവ സാന്നിധ്യത്തിൻ്റെ വിശേഷത എന്നറിയണമെങ്കിൽ അത് നമ്മുടെ ഈ പഴയ ചരിത്രമായ ശൗലിൻ്റെയും ദാവീദിൻ്റെയും കഥയൊന്ന് എടുത്ത് നോക്കാം. 2 പേരും പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിൽ ദാവീദിൻ്റെ അത്രയും നീചപ്രവൃത്തിയൊന്നും ആര് ചെയ്തിട്ടില്ല? ശൗല് ചെയ്തിട്ടില്ല. ഒരൊറ്റ നിരപരാധിയെ ശൗല് കൊന്നിട്ടില്ല. യുദ്ധത്തിന് വേണ്ടി അതറിയാലോ, ആ കാലത്ത് യുദ്ധം അറിയാം. ഒരു നിരപരാധിയെ പോലും കൊന്നിട്ടില്ല. മറ്റൊരുത്തൻ്റെ ഭാര്യയെ ശൗല് അപഹരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരുത്തിന് വേണ്ടി ഊമക്കത്തയച്ചൊന്നും ആരുടെയും കയ്യിലൊന്നും ആരും കൊടുത്തിട്ടില്ല. ശൗല് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പുറത്ത് ഈ പുള്ളിയോ, ഈ പറയുന്ന സകലതും ചെയ്ത പുള്ളിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിർദോഷിയായ ഊരിയാവിൻ്റെ രക്തത്തിൻ്റെ കറ തൻ്റെ കയ്യിൽ ഉണങ്ങാതെ കിടപ്പുണ്ട്. ബത്ശേബയെ സ്വീകരിച്ച പാപത്തിൻ്റെ വഴികൾ തൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഊരിയാവിനെ കൊന്നെടുക്കുവാൻ എഴുതിയ കത്ത് യോവാബിൻ്റെ കയ്യിൽ കൊടുത്തുപിടുത്തതിൻ്റെ കുറ്റം കിടപ്പുണ്ട്. പക്ഷെ ഇവർക്ക് 2 പേർക്കും പാപം ബോധ്യപ്പെട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നറിയണം. ദൈവ സാന്നിധ്യത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയണം. ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വേണം എന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. 1 ശമൂവേൽ 15:30 വായിച്ച ദിവാസന്. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഈ സംഭവം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ച് ദൈവം നശിപ്പിക്കാൻ പറഞ്ഞ സകലത്തെയും ആലയത്തിനകത്ത് തന്നെ യാഗത്തിൻ്റെ പേരിൽ, സ്തോത്രത്തിൻ്റെ പേരിൽ, സ്തോത്രകാഴ്ചയുടെ പേരിൽ ഹല്ലേലൂയ കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുക. ദൈവം വെട്ടാൻ പറഞ്ഞാൽ വെട്ടി മാറ്റാത്തതിനെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തുമ്പോൾ അതിന് അവനെല്ലാ റീസണിങ്ങും ഉണ്ട്. എന്തെല്ലാമാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് റീസൺ എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോകും. പക്ഷെ ന്യായം കിട്ടാതെ പോയ ക്രിസ്തുവിനെ മാതൃകയാക്കുന്നവർക്കറിയാം ഈ മണ്ണിലെ ന്യായീകരണം ഒന്നും ഒരു ന്യായമല്ല. ഹല്ലേലൂയ. അവൻ എന്തിനാണ് കാള, എന്തിനാണ് മുക്രയിടുന്ന ആട്, എന്തിനാണ് ഒച്ചയുണ്ടാക്കുന്ന മൃഗം, ഇതിനൊക്കെ കാരണം കണ്ടെത്തുവാൻ ശൗല് PhD ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് ഞാൻ ഇവയെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, നിന്നെ ശമൂവേൽ പറഞ്ഞു, ഞാനിവിടെ നിൻ്റെ കൂടെ നിൽക്കത്തില്ല. ശമൂവേൽ അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ പുള്ളിയുടെ ജുബ്ബായ്ക്ക് പിടിച്ചിട്ട് ഒറ്റ വലി. ആര്? ശൗല്. അത് 2ആയിട്ടങ്ങ് കീറിപ്പോയി. കീറിപ്പോയ ഉടനെ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ രാജ്യം ഇതുപോലെ 2ആയിട്ടങ്ങ് കീറാൻ പോവുകയാണ്.
അപ്പോൾ പുള്ളി എന്താ പറഞ്ഞതെന്നറിയാം? അതാ വായിച്ചോ, ഇനി ദിവസം വായിച്ചു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ബോധ്യം വന്നു. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും ശ്രദ്ധിക്കണം. നമ്മളിത് പഠിച്ചിട്ട് വേണം ഇന്ന് രാത്രി പോകാൻ. ഒന്ന് എനിക്ക് അലറക്കേറി പ്രസംഗിച്ച് പോകാൻ അറിയാം, പക്ഷെ ഇന്ന് രാത്രി ഇതൊന്ന് മനസ്സിലാക്കണേ. എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെ മുമ്പാകെ എൻ്റെ മാനം പോകാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി. പ്രവാചക പാവമൊക്കെ വെളിപ്പെടുത്തി സന്തോഷം, ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നു. പക്ഷേ ആ സഭയിൽ എഴുന്നേരൊന്നും പറഞ്ഞേക്കൽ. എൻ്റെ മന്ത്രിമാരും എൻ്റെ മൂപ്പന്മാരും എൻ്റെ സഭക്കാരും വീട്ടുകാരും ഒന്നും അറിയരുത്. അതുകൊണ്ട് എൻ്റെ മാനം പോകരുത്. എൻ്റെ ജനത്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഞാൻ ഏറ്റു പറയത്തില്ലെന്ന് എൻ്റെ കൂട്ടത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പാപം ബോധ്യപ്പെടുത്തിയാൽ അവിടെ മടി കൂടാതെ മസിൽ പിടിക്കാതെ പരസ്യമായി പറയണം. എന്താ ദൈവ സാന്നിധ്യം എന്നാണ് ഞാൻ പറയാൻ വരാൻ പോകുന്നത്. മോശയ്ക്കറിയണം, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്നറിയണം. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ ആരാണെന്നറിയും. ഹല്ലേലൂയ. അപ്പോൾ ശൗല് പറയുകയാണ്, പാപമൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പക്ഷെ ആരും അറിയരുത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിടക്കാം? ഒരു സഭായം അങ്ങ് നടത്താം. നീ എൻ്റെ കൂടെ വാ, ഈ യാഗം കഴിക്കാം. നമ്മളിവിടെ ചമ്പേറ് കൊട്ടുമ്പോൾ, നമ്മളിവിടെ ഡ്രം സെറ്റ് അടിക്കുമ്പോൾ, നമ്മളിവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാരെല്ലാം ഓർത്ത് കാണും ശൗൽ ഓൾ റൈറ്റ് ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതല്ലയോ ശമൂവേലിനോട് പറഞ്ഞത്? എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രസംഗിക്കാം, ഒരുമിച്ച് സ്തോത്രം പറയാം, ഒരുമിച്ച് ഔട്ട്ഡോറിന് പോകാം, ഒരുമിച്ച് ട്രാക്ട് കൊടുക്കാൻ പോകാം, ഒരുമിച്ച് കൺവെൻഷൻ നടത്താം. പക്ഷേ പാപം 4 പേർ അറിയരുതെന്ന്. ദൈവ സാന്നിധ്യത്തെയോ ദൈവത്തെക്കുറിച്ചുള്ള ശങ്കയോ ഭയവും ഇല്ലാത്തവർക്കേ ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ. എന്നാൽ മറിച്ച് മറ്റൊരു മനുഷ്യൻ, ഇതിലും അധർമ്മി, ഇതിലും പാപം ചെയ്തവൻ, തള്ളിക്കളയേണ്ടവൻ, അവൻ്റെ അടുക്കൽ നാഥാൻ വന്നു പറഞ്ഞു, നീ പാപം ചെയ്തു, ആ മനുഷ്യൻ നീ തന്നെ. ഹല്ലേലൂയ. നെടുമ്പാട് നിലത്ത് വീണ് കരഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിച്ച 51-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. അവിടെ നിങ്ങൾക്കറിയും അല്ലെ ദൈവ സാന്നിധ്യത്തിൻ്റെ വില എന്താണെന്ന്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുകയാണല്ലയ്യ, കർത്താവേ നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുത്. ഞാൻ പാപം ചെയ്തു, നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. ഇവിടെ ഒരാൾ പറയുന്നു, എൻ്റെ സിംഹാസനം പോകരുത്, എൻ്റെ കിരീടം പോകരുത്, എൻ്റെ ചെങ്കോല് പോകരുത്, എൻ്റെ മന്ത്രിമാരുടെ മുമ്പിൽ എൻ്റെ മാനം പോകരുത്. മറ്റൊരുത്തം പറയുന്നു, ചെങ്കോല് പോകട്ടെ, കിരീടം പോകട്ടെ, സിംഹാസനം പോകട്ടെ, അരജന്മാർ പോകട്ടെ, പക്ഷേ നിന്റെ സാന്നിധ്യം. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. എൻ്റെ അഡ്രസ് അല്ല, എൻ്റെ പേരല്ല, എൻ്റെ പണമല്ല, എൻ്റെ മാനമല്ല എനിക്ക് വിഷയം, നിന്റെ പരിശുദ്ധാത്മാവിനെ. കണ്ണുനീരോടെ അലറിക്കരഞ്ഞ് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യം പോയാൽ എനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരാൾ രാജ്യത്തിന് വേണ്ടി പിടിവാശി, ഒരാൾ പറയുക ഐ ഡോണ്ട് കെയർ അബൌട്ട്, അതെനിക്ക് പോയ വിഷയമല്ല, ചെങ്കോല് പോയ വിഷയമല്ല, എൻ്റെ തലയിലെ കിരീടം പോയ വിഷയമല്ല, എൻ്റെ രഥം പോയാൽ വിഷയമല്ല, എൻ്റെ കുതിരകൾ പോയാൽ വിഷയമല്ല, എൻ്റെ സൈന്യം പോയ വിഷയമല്ല. എനിക്ക് മണ്ണി വേണ്ടത് നിന്റെ ആത്മനിറവിൽ ജീവിക്കണം. ദൈവ സാന്നിധ്യം വേണോ? ഇന്ന് രാത്രി മോശ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്ക്. നിങ്ങൾക്കറിയാം, മന്ന, വെള്ളം, വിങ്ങാത്ത കാല്, മങ്ങാത്ത ചെരുപ്പ്, ക്ഷീണിക്കാത്തത്, അല്ല എന്ത് വേണേലും പറയാം. പക്ഷെ ഒരുത്തം പറയുക, നിന്റെ സാന്നിധ്യം മതി. കാരണം when the presence of the Lord come, everything will be transparent. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ വെളിപ്പെട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ സറൗണ്ട് മീ വിത്ത് യുവർ പ്രസൻസ്. നിന്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ എന്നെ നിർത്തിയെങ്കിൽ മാത്രമേ തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള വല്ല മാർഗം ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ, സമയം മുന്നോട്ട് പോകുന്നില്ല, മൂന്നാമത്തെ പ്രാർത്ഥന 33:18 വാക്യം. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. മതി, സ്തോത്രം. ഒന്നെന്തായിരുന്നു? നിന്റെ വഴി എന്നെ, അതിനർത്ഥം നമുക്ക് പഠിക്കാം പിന്നീട്. 2, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. 3, നിന്റെ മഹത്വം, യുവർ ഗ്ലോറി, നിന്റെ തേജസ് എനിക്ക് വേണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്ത്, നിനക്ക് തേജസ് വേണോ? എന്നെ കണ്ടവരാരും
ഇതുവരെ ജീവനോടെ ഇരുന്നിട്ടില്ല. സ്തോത്രം. തേജസ് കാണാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇങ്ങോട്ട് ഇച്ചൂടെ അടുത്ത് വരാമോ? അതിന് 21-ാം വാക്യം വായിച്ചാട്ടെ. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ദൈവ തേജസ് കാണണോ? ഇതാ അല്പം കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഇങ്ങോട്ട് വരണം. 2025 ചിലയിടത്തൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഈ വലത്തുകാലൊക്കെ വെച്ച് പുതുവർഷത്തെ സ്വീകരിക്കുന്നതൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏത് കാല് വെച്ചാലും നമുക്കൊരുപോലെ. ഇന്നലെ ഞാൻ എൻ്റെ സഭയിൽ അവസാനം 31st നൈറ്റ് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. വീട്ടിലോട്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഭാര്യ സെയിം ആയിരിക്കും. എല്ലാം പുതു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം 12:30 വീട്ടിലോട്ട് ഇന്ന് കയറുമ്പം സെയിം ഭാര്യ, സെയിം ഭർത്താവ്, സെയിം മക്കൾ, സെയിം ജോലി, എല്ലാം ഒന്നായിരിക്കും. കലണ്ടർ മാത്രമേ മാറത്തുള്ളൂ. നിങ്ങൾ മാറുന്നതാ പുതുവർഷം എന്ന് പറയുന്നു. അല്ലാതെ എവറിത്തിങ് ന്യൂ, എംപ്രൈസ് ന്യൂ തിങ് എന്നൊക്കെ പറയുന്നതല്ല. നിങ്ങൾക്കെന്ത് മാറ്റം ഉണ്ടാകുന്നു? കലണ്ടർ അല്ലാതെ വേറൊന്നും മാറത്തില്ല. അത് മനോരമയുടെ ആണേലും, അത് IPCയുടെ ആണേലും, അത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആണേലും കലണ്ടർ അല്ലാതെ വേറൊന്നും മാറത്തില്ല. എന്തെങ്കിലും മാറ്റം വരുന്നത് നമുക്കാ മാറ്റം. എൻ്റെ അടുക്കിലോട്ട് വന്നാൽ എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ടെന്ന്. തേജസ് കാണണം. എല്ലാവർക്കും ദൂരെ നിന്നാൽ മതി. പക്ഷെ മോശേ, നീ പറഞ്ഞല്ലോ നിനക്ക് തേജസ് കാണണമെന്ന്. 2025 എനിക്ക് എൻ്റെ ദൈവത്തോട് അല്പം കൂടെ നടക്കണം. ഹല്ലേലൂയ. ആ തേജസ് കാണാൻ വേണ്ടി എൻ്റെ അടുക്കലോട്ട് വാ. അവിടെ ഒരു പാറയുണ്ട്, അവിടോട്ട് വരാൻ പറഞ്ഞു. അതിൻ്റെ 19-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, എൻ്റെ മഹിമയൊക്കെ നിൻ്റെ മുമ്പാകെ ഞാൻ കാണിക്കാൻ പോകുകയാണ്. എൻ്റെ നാമം നിൻ്റെ മുമ്പാകെ വെക്കാൻ പോകുകയാണ്. സ്തോത്രം. മോശയ്ക്ക് ഭയങ്കര സന്തോഷമായി. സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഒരു ക്ഷണനം കിട്ടി. അയ്യോ, ദൈവത്തോടു കൂടെ അല്ലായിരുന്നു മോശ 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് സ്വർഗത്തിൻ്റെ വക്കോളം എത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ മോശയ്ക്ക് മനസ്സിലായി ഞാൻ എങ്ങും എത്തിയിട്ടില്ലെന്ന്. നമ്മുടെ ഉപവാസത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നും അല്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയോട് അടുക്കാൻ തടസ്സമായ വഴികളാണ് കണ്ടുപിടിക്കേണ്ടത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവത്തോട് അടുക്കുവാൻ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറഞ്ഞു, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അനാദിനിത്യനായ ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം പുരാതനമേ ഉള്ളവൻ്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെ ആകെ കുഴപ്പം എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ. ഇന്ന് രാത്രി ദൈവത്തിനും നമുക്കും ഇടയ്ക്കുള്ള പാപത്തെ വലിച്ചു മാറ്റുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. കയ്യെത്താവുന്ന ദൂരത്ത് ദൈവം ഉണ്ടെന്നേ. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ, സഹോദരിയേക്കാൾ അടുത്ത ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. ബാക്കി ചരിത്രം നിങ്ങൾക്കറിയാം. ദൈവം മോശയെ ഒരു പിളർപ്പി വെക്കുന്നു, തൻ്റെ പിൻഭാഗം കാണിക്കുന്നു. അതൊക്കെ നമുക്കറിയാം, ചരിത്രമല്ല. ഈ 3 പ്രാർത്ഥനയുടെ മറുപടിയിലേക്ക് വരാൻ പോവുകയാണ് ഞാൻ. 1, നിൻ്റെ വഴി എന്നെ കാണിക്കണം. 2, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. 3, നിൻ്റെ തേജസ് എന്നെ കാണിക്കണം. എന്താ ദൈവമക്കളെ വഴിയെന്ന് പറഞ്ഞാൽ? നേരത്തെ ഓർപ്പിച്ചായിരുന്നു. മോശ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇത്. ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട് അങ്ങേ അറ്റം വരെ. നേരത്തെ ഓർപ്പിച്ച ജീവനുള്ള പുതുവഴി. ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് വഴി കാട്ടിക്കൊടുത്തിട്ട് ജീവവൃക്ഷത്തേക്കുള്ള വഴി അടച്ചു കളഞ്ഞ ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിക്കായി ദൈവം തുറന്നൊരു വഴിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്ന ചരിത്രം. ആ വഴി ആരാണെന്ന് ചോദിച്ചാൽ നേരത്തെ ഓർപ്പിച്ച ആ വഴി ഒരു വ്യക്തിയാണ്. യോഹന്നാൻ 14:6 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ തന്നെ വഴി. മോശ നിന്റെ വഴി എന്നെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് മാത്രമല്ല, ഇന്നേക്ക് ഈ 2025 ജനുവരി മാസം 3-ാം തീയതി രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെയും മനസ്സിൽ ഉയർന്നു വരേണ്ട ഉത്തരം ഇതാണ്, എനിക്ക് യേശുവിനെ കാണണം. നിന്റെ വഴി എന്നെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു സീ ജീസസ്. 2024 കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ യേശുവിനെ അടുത്തറിയണം. നിന്റെ വഴി എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ അറിയണം. നമുക്ക് പലപ്പോഴും 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചാൽ, 50 വർഷം ഒരു സഭയിലെ പാസ്റ്ററായിട്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചാൽ പെന്തിക്കോസിൻ്റെ 4-ാം തലമുറയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വിചാരം നമ്മളങ്ങ് ദൈവത്തോടങ്ങ് ഒത്തിരി അടുത്തവരാണെന്ന്. ഏകദേശം 38 വർഷത്തെ ശുശ്രൂഷ പാരമ്പര്യമുള്ള പൗലോസ് ഫിലിപ്പ് ലേഖനം എഴുതുമ്പോൾ പൗലോസിന് രക്ഷിക്കപ്പെട്ടതിൻ്റെ 3-ാം ദിവസം
ഹല്ലേലൂയ. നേർവീതിയിൽ യൂദായുടെ വീട്ടിൽ ഇരുന്ന് എഴുതിയ ലേഖനമല്ല ഫിലിപ്പിയ ലേഖനം. റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് 35 വർഷത്തെ ശുശ്രൂഷ പാടവം, 100-ലധികം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, എത്രയോ രാജ്യങ്ങൾ സഞ്ചരിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരെ സുവിശേഷത്താൽ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഉത്തരീയം വലിച്ചെറിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും, വീണ് കിടക്കുന്ന യൂത്തിക്കൊസുമാർ തഴുകിയാൽ ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിന് വേണ്ടി സകലവും ചപ്പും ചവറും എന്നൊക്കെ എണ്ണിയവനാ. പക്ഷേ പൗലോസ് പറയുക, എനിക്കറിയണം, ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഫിലിപ്പിയർ 3:9 മുതൽ പറയുക, എനിക്ക് അങ്ങേ അറിയണം, അവിടുത്തെ വലിയ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം, അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കറിയണം. എങ്കിൽ മാത്രമേ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇടത്തും വലത്തും വെക്കുന്ന ഡിഗ്രി കൊണ്ടൊന്നും യേശുവിനെ അറിയാൻ പറ്റത്തില്ല. യേശുവിനെ അറിയണമെങ്കിൽ അടുത്തറിയണം, ആലിംഗനം ചെയ്തറിയണം, അകത്ത മുറിയിലറിയണം, അകത്ത മുറിക്കകത്തറിയണം, കണ്ണുനീരിലറിയണം, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ വഴി എന്നെ അറിയിക്കണം. മോശേ, എന്താ നിന്റെ ആഗ്രഹം? എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ അറിയണം. പൗലോസ് തൻ്റെ ജീവിതയാത്ര ഓടിത്തീരുമ്പോഴാണ്, തിമത്തിയോസിൻ്റെ ലേഖനം എത്തുമ്പോഴാണ്, മരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പാ സമ്മറൈസ് ചെയ്തത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അതുവരെ അറിയാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ഹല്ലേലൂയ. ആ ഓട്ടത്തിനിടയ്ക്കാ ലാഭമായിരുന്നത് ഛേദമെന്നെണ്ണിയത്, ചപ്പമെന്നെണ്ണിയത്, ചവറെന്നെണ്ണിയത്, പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാഞ്ഞതിൻ്റെ കാരണം യേശുവിനെ അറിയാൻ വേണ്ടിയാ. ഇന്ന് രാത്രികാലം യേശുവിനെ അറിയണമോ? എന്തെല്ലാം വലിച്ചെറിഞ്ഞെങ്കിലാ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റുന്നത്? അതൊന്നും ദോഷമൊന്നുമല്ല. ലാഭം ഛേദമെന്ന് എണ്ണേണ്ട നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ബിസിനസ് പൊട്ടിപ്പൊളിക്കാനൊന്നും കർത്താവ് പറയത്തില്ല. ഹല്ലേലൂയ. പൗലോസിൻ്റെ ആ കണക്കുകൂട്ടലുകൾക്ക് 3 തത്വങ്ങളുണ്ട്. ഒന്ന്, ലാഭമായിരുന്നതൊക്കെയാ ഛേദമെന്നെണ്ണിയത്. ഇപ്പോൾ പൗലോസ് എന്തോ ആദ്യമേ തീരുമാനിച്ചത്, ലാഭം വേണ്ട, സ്തോത്രം ഹല്ലേലൂയ, മുടക്കുമുതൽ അവിടെ കിടന്നോട്ടെ. അവസരമൊക്കെ കിട്ടിയാൽ ഞാനും പറയും, ഞാൻ എബ്രായരും ജനിച്ച എബ്രായൻ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അനന്യൻ, നിഷ്കളങ്കൻ എന്നൊക്കെ പറയും. അതുകൊണ്ടല്ലേ കയ്യെ കയറുകൊണ്ട് കെട്ടിക്കൊണ്ടിരുന്നപ്പം ശതാധിപൻ്റെ ചെവി പറഞ്ഞത്, റോമാ പൗരനായി എന്നെ കയറുകൊണ്ട് ബന്ധിക്കുന്നു. അത് കേട്ടപ്പോൾ സഹസ്രാധിപൻ ഓടി വന്ന് ചോദിച്ചു, ഞാനാണ് കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം ഇത്, ഞാൻ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. ഈ മുതക്കുമുടൽ ഒരു ദിവസം പൗലോസിന് തോന്നി, ഇതങ്ങ് മാറ്റി വെച്ചേക്കാം, ലാഭം വേണ്ട എന്ന് വെച്ചു. ഇനി ഇതും പൊങ്ങച്ചൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാക്കുന്ന ഭാഷയെ പറയാം. നമ്മുടെ നല്ല പാരമ്പര്യം, നല്ല കുടുംബ പശ്ചാത്തലം, നല്ല വിദ്യാഭ്യാസം എല്ലാം നല്ലതാ. ഇത് പൊങ്ങച്ചമായി മാത്രം പറയരുത്. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, മുന്നോട്ട് വരുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ഞാനിനി ഒന്നും പറയാനേ പോകുന്നില്ല, മിണ്ടാതിരിക്കാൻ പഠിക്കാൻ പോകും. പിന്നെയും ഞാനിപ്പോൾ പറഞ്ഞ ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ കഷ്ടം അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ഇങ്ങനെ വല്ലവിധേനയും, ഫിലിപ്പിയർ 3:11, വല്ലവിധേനയും മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനം വേണമെന്ന് വെച്ച് സകലത് ഞാൻ ചവറെന്നെണ്ണുന്നു. ഛേദം മാറ്റി വെച്ചവൻ ഇപ്പോൾ പറയുക, ഇതിൻ്റെയൊക്കെ ഗാർബേജിൻ്റെ വിലയുള്ളത്. ഇനി മുന്നോട്ട് പോയപ്പോൾ പറയുകയാണ്, എൻ്റെ പ്രാണനെ പോലും ഇതുവരെ എണ്ണുമ്പോഴാണ് ക്രിസ്തുവിനെ അറിയുന്നത്. കാരണം അതുകൊണ്ട് പൗലോസ് ചരിത്രം പറയാം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ അർത്ഥം അറിവില്ലെന്നാണോ? അല്ല. പൗലോസിനറിയാം, അതേനയിലെ പ്രസംഗം കേട്ടിട്ടില്ലേ, അരയോഗ കുന്നിലെ പ്രസംഗം കേട്ടില്ലേ, അല്ല കാരാഗ്രഹത്തിലെ തൻ്റെ വാദം കേട്ടില്ലേ, അഗ്രിപ്പാവിൻ്റെ മുമ്പിലെ തൻ്റെ തർക്കം കേട്ടില്ലേ, തെർത്തുല്യനോടുള്ള വാദം കേട്ടില്ലേ? അറിവില്ലെന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷേ ഈ അറിവിനെ വെല്ലുന്ന മറ്റൊരറിവുണ്ട്, അതെനിക്കെൻ്റെ യേശുവിനെ അറിയാം. ഇന്ന് രാത്രി എനിക്ക് എല്ലാറ്റിൻ്റെ മുകളിൽ ഒരറിവുണ്ട്, എൻ്റെ യേശു ആരാണെന്ന്, എൻ്റെ യേശു ആരാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. 2, എന്താ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞു. മോശ പ്രാർത്ഥിക്കുക, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. അതെന്ത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്? യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം എന്താ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെടുന്നു, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള
ഇമ്മാനുവേൽ. എനിക്ക് നിന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ വേണമെന്നാണ്. ഹല്ലേലൂയ. വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ കൂടെ. ദൂതം മുന്നിൽ പോകുന്നതല്ല എൻ്റെ സ്വപ്നം, യേശു എൻ്റെ കൂടെ. ഹല്ലേലൂയ. ദൂതനെ വേണം. ദൂത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നല്ലതല്ലേ ദൂത്. ചിലരൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു, ദൂതൻ നിൽക്കുന്ന കാണുന്നു. നിന്നോട്ട് ഒരു കുഴപ്പമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ കല്ലറയ്ക്കലേക്ക് ഇടിച്ചെടുത്ത തെളിവുള്ള ഒരുക്കിയ സുഗന്ധവർഗവുമായി ഒരു കൂട്ടം സഹോദരിമാർ പോകുന്നു. മഗ്ദലക്കാരത്തി മറിയ മുന്നിൽ നേതാവ്, തൊട്ടുപുറകിൽ ചെലലിയ വിവരം അറിഞ്ഞുകൊണ്ട് പത്രോസും യോഹന്നാനും വളരെ വേഗത്തിലോടുന്നു. വന്ന സ്പീഡിൽ യോഹന്നാൻ ഒറ്റപ്പോക്കിന് അകത്തോട്ട് പോകുന്നു കല്ലറയിൽ. അതേ സ്പീഡിൽ തന്നെ പത്രോസും അകത്ത് പോയി. യോഹന്നാൻ 20-ാം അധ്യായത്തിലെ ചരിത്രമാണ്. പുറത്ത് വന്നിട്ടൊരു സാക്ഷ്യം. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഞാൻ അകത്ത് പോയി എന്തോ കണ്ടു, കുറച്ച് തുണി കണ്ടു. യേശുവിൻ്റെ റൂമാൽ അവിടെ മടക്കി വെച്ചിരിക്കുന്ന കണ്ടു. അവൻ്റെ ഹല്ലേലൂയ അവനെ ചുറ്റിയിരിക്കുന്ന ശീല അവിടെ മടക്കി വെച്ചിരിക്കുന്ന കണ്ടു. അതൊരു നല്ല പാടാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ ബെഡ് വിരിച്ച് മടക്കി വെക്കണമെന്ന് യേശു പഠിപ്പിച്ചു. അതെല്ലാ പാസ്റ്റർമാരും വിശ്വാസം അറിഞ്ഞിരിക്കണം. കാരണം 4 പേര് വന്ന് ഈ കല്ലറയ്ക്കകത്തോട്ട് കയറി നോക്കുമ്പോൾ നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. നിക്കോദോമസ് ചുറ്റിയ തുണിയാണെങ്കിലും ഹല്ലേലൂയ, അല്ലെങ്കിൽ അരിമത്തിക്കാരൻ കൊണ്ടുവന്ന പിന്നെ മൂടുപടമാണെങ്കിലും എഴുന്നേക്കുന്ന കിടക്ക വിരിച്ചിട്ട്, ഞാൻ പാസ്റ്റേഴ്സിനോടെല്ലാം പറയാറുണ്ട്, എഴുന്നേക്കുന്ന കിടക്ക ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. ഹല്ലേലൂയ. വൈകുന്നേരം വന്ന് വീണ്ടും കിടക്കാമെന്ന് ഓർക്കരുത്. അങ്ങനെ യേശു വളരെ ഡീസൻ്റ് ആയിരുന്നു. അതെല്ലാം കിടക്കയൊക്കെ വിരിച്ചിട്ടാണ് പുറത്ത് പോയത്. ഭയങ്കര ഹാപ്പി. എന്തോ സ്പീഡിലാണ് പത്രോസ് ഓടുന്നത്, അതേ സ്പീഡിൽ ഓടുക. യോഹന്നാൻ ഓടുക. ഞങ്ങൾ എന്തോ കണ്ടു, തുണി കണ്ടു കുറച്ച്. നമുക്കിതൊക്കെ മതിയല്ലോ, കുറച്ച് തുണി കെട്ടും, കുറച്ച് സൗഖ്യവും കെട്ടഴിഞ്ഞ് സ്വോത്രം ഹല്ലേലൂയ. നമ്മൾ ഒറ്റ ഓട്ടമാണ്. മറിയ പോയില്ല. ഞാൻ ഇതിനല്ലല്ലോ വന്നത്, ഞാൻ ഈ തുണിക്കഷ്ണം കാണാനൊന്നും അല്ല വന്നത്. ഇന്നലെ രാത്രി മൊത്തം ഇരുന്നു കൊണ്ട് ഈ സുഗന്ധം ഒരുക്കിയത്, ഈ ഇടിച്ചെടുത്ത തെളിവുള്ള ഒളിവെണ്ണ, ഈ സുഗന്ധവർഗം, ഞാൻ ഉടഞ്ഞത്, ഞാൻ തകർന്നത്, ഞാൻ ഞെരുങ്ങിയത്, ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ ആരാധിച്ചത് ഈ ഒരു ഹല്ലേലൂയ തുണിക്കഷ്ണം കാണാനല്ലെന്ന്. ഓ, എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, ദൈവദാസ, ദൈവദാസി, സമുദായം വിട്ട്, ദേശം വിട്ട്, ദേശക്കാരെ വിട്ട് നിത്യജീവന്റെ ഓഹരിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് കേവലം ഏതെങ്കിലും തുണിക്കഷ്ണം കണ്ട് ഈ മണ്ണിൽ ഒതുങ്ങാനാണോ ജീവിതം, അതോ ദൈവ തേജസ് കണ്ടിട്ട് ഞാൻ ഈ മണ്ണ് വിട്ടു പോകൂ എന്ന് സ്വപ്നം കാണുന്ന എത്ര ഭക്തന്മാർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ഒഴുകുന്ന പാലും ഒഴുകുന്ന തേനും ഒഴുകുന്ന തേനരുവിയും വെള്ളവും കണ്ട് ഈ മണ്ണിൽ മറവ് ചെയ്യുവാനല്ല എൻ്റെ വിളി. പ്രൈസ് ദി ലോർഡ്. അതൊന്നും കൂടെ അടുത്തറിയണം. ഇസ്രായേൽ മക്കളോടൊക്കെ മോശ എന്ന് പറഞ്ഞു, ദൈവം എന്നോട് ഹോരേയ പർവ്വതത്തിൽ വെച്ച് മുൾപ്പടപ്പിൻ്റെ മുമ്പിൽ കത്തുന്ന അഗ്നിയിൽ വെളിപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം. ഭയങ്കര സന്തോഷമായിരുന്നു. അന്നത്തെ പ്രസംഗം ഭയങ്കര സന്തോഷമായിരുന്നു. ഇസ്രായേൽ മക്കളോടെല്ലാം പറഞ്ഞു, ഈ ഇഷ്ടിക ചൂളയ്ക്കകത്ത് കിടന്നുകൊണ്ട് കരിയും പുരണ്ട് നഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ട് കൊണ്ടുപോകും. പക്ഷേ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി അതല്ല പറഞ്ഞത്. നമുക്കിതാ എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഞങ്ങൾ ഇവരെ പാലും തേനും ഒഴുകുന്ന കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി മേലാൽ ഇവരെ ഇഷ്ടിക ചവയ്ക്കാനൊന്നും കിട്ടത്തില്ല. ഇനി ഒരൊറ്റ ഒരുത്തരെ പോലും ഇഷ്ടിക കളത്തിൽ കിട്ടത്തില്ലെന്നൊന്നും വെല്ലുവിളിക്കുകയല്ല ചെയ്തത്. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കും. പ്രൈസ് ദി ലോർഡ്. സത്യാരാധനയ്ക്കായിട്ടാണ് നമ്മൾ പുറപ്പെട്ടതെന്ന സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ എന്തെങ്കിലും പള്ളിയുടെ വലിപ്പം കണ്ടുകൊണ്ടോ ഇവിടെ എന്തെങ്കിലും മണിമന്ദിരം കണ്ടുകൊണ്ടോ അതിനെക്കാട്ടി വലുത് ഇവിടെ കിട്ടുമെന്നോർത്തോ അല്ല നാം പലതും വിട്ടിറങ്ങിയത്. നാം ഇറങ്ങിയത് മരുഭൂമിയിൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ. 2025 അതിന് മാറ്റമൊന്നുമില്ല. ഈ മണ്ണിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ചുമക്കുന്ന ഒരു വെറും കൂടാരമോ ഒരു കൊച്ചു പെട്ടിയോ മാത്രമേ ഉള്ളെങ്കിലും ഇവിടെ ഞങ്ങൾ ഈ ആരാധന കഴിച്ചിരിക്കും. ഹത്തുരാധകന മതി പറഞ്ഞ് ആരാധിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഞങ്ങൾ സമുദായം വിട്ട്, ഞങ്ങൾ സംഘടന വിട്ട്, ഞങ്ങൾ എന്തെങ്കിലും മാർഗം വിട്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങിയത് യേശുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യം മാത്രം. യഹോവയ്ക്ക് ഉത്സവം കഴിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
മിദ്യാൻ്റെ ആകാശം തുറന്നു. മന്ന പെയ്യ്ക്കാൻ ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മിദ്യാൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഹല്ലേലൂയ നന്മ പൊഴിക്കാൻ ദൈവത്തിന് മടിയില്ല. മിദ്യാനിലും നീലനദിയിലെ വെള്ളത്തിൻ്റെ നിറം മാറ്റിയവന് അതിനെ തേനും പാലും വീഞ്ഞുമാക്കാൻ കഴിവുള്ളവൻ തന്നെ. പക്ഷേ ഇവിടല്ല സത്യാരാധന. അതുകൊണ്ട് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ തണലൊരുക്കി, നിങ്ങൾക്ക് ഞാൻ ചൂടൊരുക്കി, നിങ്ങൾ എന്നെ ഉത്സവം കഴിക്കണം. ദൈവസഭയ്ക്കകത്ത് ഇത് മുടങ്ങാതെ നടക്കണമെന്ന്. അതല്ലാത്തൊരൊച്ചയും ഇവിടെ കേൾക്കാൻ പാടില്ല. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതല്ലാത്ത, യഹോവയ്ക്ക് ഉത്സവം കഴിക്കുന്ന, യഹോവയ്ക്ക് യാഗം കഴിക്കുന്ന, യഹോവയ്ക്ക് ആർപ്പിടുന്ന, യഹോവയ്ക്ക് വേണ്ടി ഒച്ച വെക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. എന്താ എനിക്ക് വേണ്ടത്? ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്. മോശ പറയുക, ഇവിടെ മറിയ കരഞ്ഞ് കരഞ്ഞ് നിൽക്കുക. കുഞ്ഞെ, നീ കണ്ടില്ലയോ ഈ നല്ല തുണിക്കഷ്ണം? പോയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴോ പിന്നെ അവളിങ്ങനെ കരയും കുനിഞ്ഞു നോക്കും, കരയും കുനിഞ്ഞു നോക്കും. അപ്പം വെള്ള വസ്ത്രധാരികളായ രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ നമ്മളായിരുന്നല്ലോ എന്ന് ചാടിയനെ അവിടെ കിടന്നുണ്ട്. ക്രൈസ്തലോട് ഇന്നത്തെ പ്രാർത്ഥനയിൽ കണ്ണങ്ങോട്ടടച്ചപ്പോൾ ശുഭ്രവസ്ത്രധാരികളായ രണ്ടുപേർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവനിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ പ്രസംഗം കേട്ട പിന്നെ നമ്മൾക്ക് ഒരാഴ്ചത്തേക്കായി. മറിയ പറഞ്ഞു, ഞാൻ ഈ ദൂതനെ നല്ലതാ, ദൂതൻ നല്ലവനാണ്, ദൂതും നല്ലതാ, പക്ഷെ ഞാൻ അതിനല്ല വന്നത്. ഹല്ലേലൂയ. സഭായോഗത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു സ്വപ്നം കൊണ്ട് വേണം പോകാൻ കേട്ടോ. പാസ്റ്ററുടെ ഒരു പ്രസംഗം കൊണ്ടോ, പാസ്റ്ററുടെ ഒരു പ്രാർത്ഥന കൊണ്ടോ, പാസ്റ്ററുടെ ഒരു കയ്യടി കൊണ്ടോ ഞങ്ങൾ തൃപ്തിപ്പെടത്തില്ല. അവൾ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോഴാ പുറകെ മറിയെന്ന് വിളിച്ചത്. ഇതുവരെ സ്വപ്നം കണ്ടോണം. യേശു വെളിപ്പെടുന്നത് വരെ എനിക്ക് യേശുവിനെ അറിയണം. ഹല്ലേലൂയ. കാരണം ഞാൻ ഒരുക്കിയ സുഗന്ധവർഗം മറ്റാരുടെ മുമ്പിൽ അർപ്പിക്കാനുള്ളതല്ല. അത് ഹല്ലേലൂയ ഇന്ന് രാത്രി ഇന്നലത്തെ കണ്ണുനീരും ഇന്നലത്തെ കയ്യടിയും ഇന്നലത്തെ പ്രാർത്ഥനയും കണ്ട് അപ്രൂവൽ തരേണ്ടത് സഭക്കാരല്ല, വീട്ടുകാരല്ല, IPC-ക്കാരല്ല. എൻ്റെ പാട്ട് നന്നായി, എൻ്റെ പ്രാർത്ഥന നന്നായി, എൻ്റെ സമർപ്പണം നന്നായി എന്ന് കയ്യടിക്കേണ്ട ഒരുവനുണ്ട്, മരണത്തെ ജയിച്ചവൻ. അവൻ നമ്മോട് കൂടെ. അതിക്കുറഞ്ഞൊരു പ്രാർത്ഥന നമുക്ക് വേണ്ട. എനിക്ക് സാന്നിധ്യം വേണം. 3, ഹല്ലേലൂയ, സമയം വേഗത്തിൽ പോകുന്നല്ലോ. 3, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. അതിൻ്റെ അർത്ഥം എന്താ? അത് തന്നെ അർത്ഥം സിമ്പിൾ. ഈ 2025 നിങ്ങളോട് പറയാനുള്ള ലഘുവായ സന്ദേശം, ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറുവാൻ. എന്താ ദൈവത്തിൻ്റെ തേജസ്? യേശുവ. ഹല്ലേലൂയ. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായ തേജസ്. വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ്? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ എക്സ്പ്രസിബിൾ ഇമേജ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വെളിപ്പെട്ട തേജസ്സാ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എനിക്ക് തേജസ് കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ കാണണം. നിങ്ങളുടെ സ്വപ്നം ഇന്ന് രാത്രി മാറ്റിമറിക്കാനാ ഈ വെള്ളിയാഴ്ച രാത്രി ഞാൻ വചനം പറയുന്നത്. ഹല്ലേലൂയ. എനിക്ക് യേശുവിനെ അറിഞ്ഞു വേണം, അടുത്തറിഞ്ഞു വേണം 2025 ജീവിക്കുവാൻ. അങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറണം. ഒരിക്കൽ യേശു ദേവാലയത്തിലേക്ക് ചെന്ന് പെരുന്നാളിൻ്റെ സമയത്ത്, യോഹന്നാൻ 2-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളാണ്. ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് അവർ അവങ്കൽ വിസ്മയിച്ച് യേശുവിൻ്റെ പുറകെ കൂടി. പക്ഷെ അടുത്ത വാക്യം പറയുന്നത്, യേശുവോ വിശ്വസിച്ച് തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം അവരുടെ ഹൃദയം ആരറിഞ്ഞിരുന്നു? ഇവർക്കെല്ലാം അത്ഭുതമാണ്. പക്ഷേ യേശു അവർക്ക് വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം, ഞാൻ ഈ പറഞ്ഞ സ്നേഹിതരല്ല ഇവരെല്ലാം അപ്പം തിന്നാൻ വന്നവരാണ്, ഇവരെല്ലാം മന്ന തിന്നാൻ വന്നവരാണ്. മുന്നോട്ട് പോകട്ടെ. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ തേജസ് വേണമെന്ന് പറഞ്ഞാൽ അതും യേശുവാണ്. ഇനിയും ഇത് നിമിത്തം മോശയ്ക്കുണ്ടായ 3 അനുഗ്രഹം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. സമയമാവും നേരത്തേക്ക്. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കണമല്ലോ. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പദവിയിൽ നിമിത്തം, ഈ 3 കൊച്ചു പ്രാർത്ഥന നിമിത്തം, വാട്ട് ആർ ദ 3 ബ്ലെസ്സിങ് മോസസ് റിസീവ്ഡ്? മോശയ്ക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? 1, ദൈവത്തിൻ്റെ സ്നേഹിതനായ മോശ. അതൊന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ ഹല്ലേലൂയ സഹോദരന്മാരെന്നോ ഇനി നിങ്ങളെ ശിഷ്യരെന്നൊന്നും അല്ല വിളിക്കാൻ പോകുന്നത്,
നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് വിളിക്കാൻ പോകുക. കാരണം സ്വർഗത്തിൻ്റെ മർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മോശയ്ക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹം അസാധാരണ വെളിപ്പാട് കിട്ടി. ഹല്ലേലൂയ. 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ ചരിത്രം എഴുതിയത് മോശയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 1:1 വായിച്ചാൽ മതിയല്ലോ. മോശയ്ക്ക് കിട്ടിയ വെളിപ്പാട് അറിയണമെങ്കിൽ മോശ പറയും, ആദിയിൽ ദൈവം ആകാശവും 6 ലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് യാത്രയല്ലേ, പിറുപിറുക്കുന്നുണ്ട്, മന്ന തിന്നുന്നുണ്ട്, ഇറച്ചി നമ്മളൊക്കെ വായിക്കൂടെ, അവർ മൂക്കിക്കൂടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇമാർ നടക്കുന്നത്. ഒറ്റ ഒരുത്തിന് വെളിപ്പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ തുടക്കം എന്താണെന്ന്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്ന ദൂത് ഇതാണ്: ദൈവവുമായി അടുത്തിടപെട്ടോ ചിലതിൻ്റെ തുടക്കം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ചിലതിൻ്റെ തുടക്കം ആരൊക്കെ മാറ്റിമറിച്ചാലും ആരൊക്കെ തിരുത്തി എഴുതിയാലും ചിലതിൻ്റെ തുടക്കം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടണമോ? ഇന്ന് രാത്രി വോക്ക് വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ കൂടെ നടക്കൂ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളും കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതികളും അതും വെളിപ്പെട്ട് വരും ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ. ഇനി പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ട് തലേ കൈവച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് ഇന്ന് രാത്രി വെളിപ്പെടുത്തി തരും. 2025 ദൈവസഭയുടെ വെളിപ്പാടിൻ്റെ വർഷമായി മാറട്ടെ. ദൈവമക്കൾ അൺയൂഷ്വൽ റെവലേഷൻ, അസാധാരണ വെളിപ്പാട് പ്രാപിക്കണം. ദൈവവചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം. ഹല്ലേലൂയ. എങ്ങനാ സൃഷ്ടി നടന്നത്? തീർന്നില്ലല്ലോ. ആവർത്തനം വരെ എഴുതി പോകുകയാണ്. മോശയെ കൊണ്ട്, ആ കൊച്ചു മനുഷ്യനെ കൊണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട്, എനിക്ക് വാക്കില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് ചരിത്രം എഴുതിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹിതനായതുകൊണ്ടാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ കൊച്ചു തലയ്ക്കകത്തേക്ക് അസാധാരണ വെളിപ്പാടുകൾ സ്വർഗം പകർന്നു തരുമെന്നേ. ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി, അതിനുവേണ്ടി അല്ലല്ലിയ ഫോൺ ചെയ്ത് ആരോടും ചോദിക്കൊന്നും വേണ്ട. മാതാവും പിതാവുടെ കൈ കോർത്ത് പിടിച്ചിട്ട് മുറിക്കൊക്കെ തിരുന്ന് പ്രാർത്ഥിക്കൂ. തലമുറയുടെ ഭാവി ദൈവം വെളിപ്പെടുത്തി തരും. സഭയുടെ ഭാവി, ഹല്ലേലൂയ, ദൈവാത്മാവ് മുറിക്കകത്ത് വെളിപ്പെടുത്തി തരും. 2025 എങ്ങനെ ജീവിക്കണം, ഓരോ മാസം എങ്ങനെ മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ മുറിക്കകത്ത് ദൈവത്തിൻ്റെ വചനം ഓഡിബിൾ വോയിസായി ഇന്ന് രാത്രി വരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? ഹല്ലേലൂയ. അസാധാരണമായ കാഴ്ചകൾ, അസാധാരണമായ വെളിപ്പാടുകൾ സ്വർഗം തരാൻ പോകുകയാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ സമാഗമന കൂടാരം എങ്ങനെ പണിയണം, ഹല്ലേലൂയ, എങ്ങനെ ആരെ കൊണ്ട് പണിയിക്കണം, ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരുമെന്ന് ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറിയാൽ മതി. ഹല്ലേലൂയ. 2 സ്തോത്രം ഹല്ലേലൂയ. ത്വക്ക് പ്രകാശിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിലൊരു മർമ്മം കൂടെ പറയാൻ പോകുകയാണ്. പുറപ്പാട് 34:29 വാക്യത്തിൽ ദൈവം മോശയോട് സംസാരിച്ച വചന നിമിത്തം മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. അത് അവൻ അറിഞ്ഞില്ല, ജനങ്ങളെല്ലാം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ കാലത്ത് നേരെ തിരിച്ചാണ്. നമ്മളെ അറിയത്തുള്ളൂ, നാട്ടുകാരും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രസംഗത്തിനകത്ത് എൻ്റെ ത്വക്കിൻ്റെ നിറമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ പ്രകാശം. പക്ഷെ നാട്ടുകാരാണ് കാണേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹിതരാണോ അത് 4 പേരറിയും. ആദ്യമേ ഭാര്യ അറിയണം, ഭർത്താവ് അറിയണം, മക്കൾ അറിയണം, മരുമക്കൾ അറിയണം, സഭയിലെ പാസ്റ്റർ അറിയണം, വിശ്വാസികൾ അറിയണം എൻ്റെ മുഖം മാറിയെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ല അറിയേണ്ടത്, ഞാൻ എഴുതിയല്ല അറിയേണ്ടത്. ആൾക്കാർ തിരിച്ചറിയണം എൻ്റെ മുഖത്തൊരു മാറ്റമുണ്ടായെന്ന്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ അവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിക്കും? പൗലോസ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 14 മുതൽ പറഞ്ഞു, വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താ? വക്രത ജീവിതത്തിൽ പാടില്ല, ഇരുഹൃദയം പാടില്ല, ചതുവും വഞ്ചനയും പാടില്ല. ഇനി ഇവിടുത്തെ ഞാൻ കുറേ വർഷങ്ങളായി നാട് വിട്ടുകൊണ്ട് എനിക്കറിയത്തിന്നാലും കേൾക്കാറുണ്ട്, ഊടായിപ്പ് എന്നൊക്കെ പറയത്തില്ല. ഈ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും എന്ത് ചെയ്യില്ല, പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇതിൻ്റെ നടുവിൽ നിങ്ങൾ അനന്യരും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കരാകണം. You need to live a standard that's well valued to the word of God. ദൈവവചനത്തോട് ചേർന്ന് പോകുന്ന ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ
ഒരു 19 വർഷമൊക്കെ നന്നായിട്ട് പ്രസംഗിച്ച് ശുശ്രൂഷിച്ച് ലഭിക്കാവുന്ന എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും പണവും ആദരവും ഒക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, നല്ലപോലെ ഷൈൻ ചെയ്യാൻ വേണ്ടി തല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കൂട്ടത്തിലുണ്ടേ 33 വയസ്സുള്ള ഒരു യൗവനക്കാരൻ്റെ തല അങ്ങ് മുറിച്ചെടുത്തു. അത് അമ്മാമ്മയ്ക്കും പെങ്കൊച്ചിനും കിട്ടി. ശിഷ്യന്മാർക്ക് കിട്ടിയത്, ശവടക്കൻ എന്താ കിട്ടിയത്? ഉടൽ മാത്രം. അപ്പം ശവം അടക്കാൻ നേരം തല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവനെക്കുറിച്ച് പറഞ്ഞതാ, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ മുറിവും നിങ്ങളുടെ നിന്ദയും നിങ്ങളുടെ അപമാനവും ഒന്നും നിങ്ങളുടെ വെളിച്ചം കുറച്ച് കളയത്തില്ല. നിങ്ങളുടെ വേദനയ്ക്കും നിങ്ങളുടെ രോഗത്തിനും നിങ്ങളുടെ ഒറ്റപ്പെടുത്തലുകൾക്കും ഒറ്റിക്കൊടുക്കലുകൾക്കും നിങ്ങളുടെ ഏകാന്തതയ്ക്കൊന്നും നിങ്ങളുടെ പ്രകാശം മങ്ങിക്കാൻ കഴിയത്തില്ല. തലയില്ലാത്ത യോഹന്നാനും ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. കർത്താവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന, അതരം കൊണ്ട് സ്തോത്രം പറയുന്ന, ശുശ്രൂഷിക്കുന്ന, കൈയടിക്കുന്ന, പാട്ടുപാടുന്ന, നൃത്തം ചെയ്യുന്ന ദൈവദാസ ദൈവദാസി, നീ എത്രമാത്രം ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ്. അപ്സര കഴിഞ്ഞ 50 വർഷമായി 30 വർഷമായി കുമ്പനാട്ടിലെ പരിസരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ കർത്താവിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുന്ന അഭിഷിക്തന്മാരെ വന്ദനം ചൊല്ലുന്നു. ഹല്ലേലൂയ. ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ആക്ഷേപം വരാതെ അവസാനത്തോളം ജീവിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഏറുകൊണ്ട് നുറുങ്ങിയ ശരീരമാ സ്തേഫാനോസിൻ്റെ അടക്കാൻ കിട്ടിയത്. എല്ലാവരോടും എറിഞ്ഞതല്ലേ, മയത്തിനൊന്നും അല്ലല്ലോ എറിഞ്ഞത്. അമ്മാച്ചനും അനന്തരവനല്ലോ എറിയുന്നത്, നാട്ടുകാരല്ലേ എറിയുന്നത്, ഒരു മയത്തിനല്ലല്ലോ എറിയുന്നത്. ഏറുകൊണ്ട് പിടഞ്ഞു വീഴുമ്പോഴും മുഖം ദൂതനെ പോലെ പ്രകാശിച്ചു. ഇന്ന് രാത്രി ഇത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, സഹോദര, നിന്റെ ദേഹത്ത് വീണ ഒരു ചെളിക്കോ ഒരു കല്ലിനോ ഒരു വേദനയ്ക്കോ ഒരു കുന്തത്തിനോ ഒരു അപവാദത്തിനോ ഒരു പിശാചിൻ്റെ കല്ലുകൾക്കോ നിന്റെ മുഖഭാവം മാറ്റാൻ കഴിയത്തില്ല. കാരണം നീ തേജസ് കൊണ്ട് പൊതിയപ്പെട്ടവനാണ്. ഞങ്ങൾ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കുകളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിബലബല ഹത്തരാദിയാരബാല ഹംദരാരികാൽ കടകന. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ത്വക്ക് പ്രകാശിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രി 4 പേർക്ക് വെളിച്ചമായി മാറുന്നു. കുമ്പനാടിനും പരിസരത്തിനും, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭ, നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്നിടം, നിങ്ങളുടെ ബിസിനസ് മേഖല, കുടുംബജീവിതത്തിൽ ഇതാ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത, ഊതിക്കെടുത്താൻ കഴിയാത്ത ഒരു ജ്വലനം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ജനത്തിൻ്റെ മേൽ മഞ്ഞ് പെയ്യുന്ന പോലെ പെയ്ത് ഇറങ്ങട്ടെ. ഓ റി ഖബലബ ശകനാദിയ ഹസ്തര ദിയാരമന ഹംദര. ചിലരുടെയൊക്കെ മുഖഭാവം ഇന്ന് രാത്രി മാറുകയാണ്. ആ വേദന കൊണ്ട് മങ്ങിപ്പോയ മുഖം, ആ കുത്തുവാക്ക് കൊണ്ട് മങ്ങിപ്പോയ മുറിവ് കൊണ്ട് വന്ന ആ ഹൃദയം, അമ്പ് കൊണ്ട് കുത്തേറ്റ ആ വേദന ഇന്ന് രാത്രി ഒഴുകിപ്പോയ വെള്ളം പോലെ മാറിയിട്ട് ആർക്കും മായ്ക്കാൻ കഴിയാത്ത ഒരു തേജസ് ഇന്ന് രാത്രി എൻ്റെ ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. എത്ര പേർ ആത്മാവിൽ സന്തോഷിക്കും? ഒരു അസാധാരണമായ തേജസ്, ആർക്കും ഊതിക്കാൻ കഴിയാത്ത, ആർക്കും കെടുത്താൻ കഴിയാത്ത, ആർക്കും മായ്ക്കാൻ കഴിയാത്ത. ഹല്ലേലൂയ. എഴുതി നോക്ക്, പറഞ്ഞു നോക്ക്, ആട്ടിപ്പായിച്ചു നോക്ക്, ഒറ്റപ്പെടുത്തി നോക്ക്, തടവിലാക്കി നോക്ക്. അല്ലെ ദോസപ്പേ, നീ പേടിക്കണ്ട, നിന്റെ മുഖത്തെ തേജസ് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. സ്തേഫാനോസെ, എറിയുന്നവർ എറിയട്ടെ, നിന്റെ ദൂത മുഖം മാറ്റാൻ ആർക്കും കഴിയത്തില്ല. യോഹന്നാനെ ശിരച്ഛേദം ചെയ്യട്ടെ, പക്ഷെ നിന്റെ നക്ഷത്ര തിളക്കം മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ആരുടെയൊക്കെ മുറിവേറ്റ മനസ്സിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ലാവണ്യ വാക്കുകളാൽ ഹല്ലേലൂയ തലോടുന്നത് എനിക്ക് ആത്മാവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓ റാബ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. 3ാമത്തെ മറുപടിയുടെ കഴിഞ്ഞ് നമുക്ക് പാടണം. 1 വെളിപ്പാട് കിട്ടി, അസാധാരണ വെളിപ്പാട്. 2 ആര് കണ്ടാലും പറയുന്ന ഒരു വെളിച്ചം, മുഖത്ത് തേജസ്. പ്രൈസ് ദി ലോർഡ്. 3ാമത്തെ മറുപടി അതാ നമ്മൾ ആദ്യമേ വായിച്ചു തുടങ്ങിയത്. പുറപ്പാട് 33:11. യോശുവ, നൂൻ്റെ മകനായ യോശുവ എന്ന യൗവനക്കാരനോ കൂടാരം വിടാതെ അവിടെ നിന്നു. അടുത്ത തലമുറ കൂടെ നിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ അടുത്ത തലമുറ കൂടെ നിൽക്കും. ദൈവദാസന്മാരെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതിനുവേണ്ടി ഒരു കോംപ്രമൈസിന് തയ്യാറാണോ? എനിക്ക് നിൻ്റെ വഴി അറിഞ്ഞാൽ മതി. എൻ്റെ വഴി ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുന്നു.
എനിക്ക് ഹല്ലേലൂയ നിൻ്റെ സാന്നിധ്യം മതി, എൻ്റെ ഓവർ പ്രസൻസ് ഞാൻ മാറ്റിവെക്കുന്നു, എനിക്ക് നിൻ്റെ തേജസ് മതി, എൻ്റെ ഷൈനിങ് ഒക്കെ ഞാൻ മാറ്റിവെക്കുന്നു എങ്കിൽ തലമുറ കൂട്ടത്തിൽ നിൽക്കും. IPCക്ക് ഒരു ഭാവിയുണ്ട്, പെന്തിക്കോസ് സമൂഹത്തിനൊരു ഭാവിയുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇവിടെ പൊട്ടിമുളയ്ക്കുന്ന സഭകളിലേക്ക് എന്താ യൗവനക്കാർ കുതിച്ചോടുന്നത്? നിങ്ങൾക്കറിയാവുന്ന വേദപുസ്തകത്തിൻ്റെ അക്ഷരത്തെറ്റ് കൂടാതെ പറയാത്തവരുടെ പുറകെ ആളെന്താ കൂടുന്നത്? ഇന്ന് രാത്രി വിചിന്തനം ചെയ്യണം. തേജസ് വെളിപ്പെടുത്തിക്കോ, ജനം കൂടെ നിൽക്കും. അതിനുവേണ്ടി സമർപ്പിക്കാൻ പോയി ഇന്ന് രാത്രി. അതിൽ കുറച്ച് നമുക്കൊന്നും വേണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. PYPക്കാർക്കായി സ്തോത്രം. സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ്, സഹോദരി സമാജം, IPC സംഘടന, എല്ലാറ്റിനുമായി സ്തോത്രം. പക്ഷെ നമുക്ക് അടുത്ത തലമുറ വേണ്ടേ? അടുത്ത തലമുറ വേണ്ടേ? ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞാനും നിങ്ങളിവിടെ കാണുമോ? അന്ന് ഈ പ്രസ്ഥാനം കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു തലമുറ എഴുന്നേൽക്കണം. യഹോവയെ ഭയപ്പെടുന്ന ഒരു തലമുറ, തേജസ് വെളിപ്പെടുത്തുന്ന ഒരു തലമുറ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആലയത്തിൽ പെട്ടകം കണ്ടാൽ അവിടെ കിടക്കുന്ന വിളക്ക് കെടാതെ നോക്കുന്ന ശമൂവേലുമാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. കൂടാരാബ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അടുത്ത തലമുറയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗിമിക്കൊന്നും വേണ്ട. അടുത്ത തലമുറയെ പിടിച്ചു നിർത്താൻ വേണ്ടി പണമൊഴുക്കണ്ട. അടുത്ത തലമുറയെ പിടിച്ചു നിർത്താൻ സ്ഥാനമാനം വേണ്ട. നാം പ്രകാശിച്ചാൽ മതി. ദൈവദാസന്മാരെ തീരുമാനിക്ക്, മാതാപിതാക്കളെ തീരുമാനിക്ക്. ദൈവവചനത്താൽ ഞങ്ങൾ ശോഭിച്ചാൽ ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ കൂടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കാട്ടെ.